ഹരേ കൃഷ്ണ മാതാജി കേറിയിട്ടുണ്ട്. ഹരേ കൃഷ്ണ. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. പ്രണാമം മാതാജി. ലൈവ് ഹരേ ഇട്ടുണ്ട്. കൃഷ്ണ മാതാജി. പ്രണാമം മാതാജി. ഹരേ കൃഷ്ണ. മാതാജി 5 മിനിറ്റ് ലേറ്റായി. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. മാതാജി സ്റ്റാർട്ട് ചെയ്തിട്ട് ലൈവ് ആക്കിയിട്ടുണ്ട്. ഹരേ കൃഷ്ണ. പ്രണാമം. ഒരു കാര്യം പറഞ്ഞോട്ടെ മാതാജി, വീഡിയോ ഓൺ ആക്കാൻ സാധിക്കുന്നവരൊക്കെ വീഡിയോ ഓൺ ആക്കിയിരുന്നോളൂ ക്ലാസ്സില്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, ഇത് ലൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രോബ്ലം വരുന്നുണ്ട് കേട്ടോ. ലൈവ് ആക്കി തുടങ്ങിക്കോളൂ. ഓക്കെ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി ലൈവ് വന്നിട്ടുണ്ട് മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപാ തഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുത പദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാന്വിതം താം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം ശ്രീകൃഷ്ണ ചൈതന്യദേവം കൃഷ്ണപാദാൻ സഗണലളിത ശ്രീവിശാഖാന്വിതം ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമാം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമി ഇതി നാമിനെ. നമ ആചാര്യപാദായ നിരായ കൃപപ്രദായിനെ ഗൗരഗദാദാമതായ നഗരഗ്രാമധാരിണേ. നമാം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമി ഇതി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശാത്യദേശധാരിണേ. ജയോ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ യദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഹരേ കൃഷ്ണ. ഇന്ന് നമ്മള് 18 ദിവസത്തെ ഭഗവത്ഗീത കോഴ്സ് ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് ടെമ്പിളിന്റെ കീഴിലാണ് തുടങ്ങാൻ പോകുന്നത്. ഇതൊരു 18 ദിവസത്തെ ജേണിയാണ്. ഒരു എന്താ പറയാ, ഇതിനു മുമ്പ് കുറെ പേരൊക്കെ ഭഗവത്ഗീത പഠിച്ചിട്ടുള്ളവരായിരിക്കാം. എന്നാൽ കുറെ പേർക്ക് ഇതൊരു പുതിയ അനുഭവമായിരിക്കാം. അപ്പൊ ആർക്കാണെന്നുണ്ടെങ്കിലും ഒരു ആത്മീയ ജീവിതത്തിന്റെ ഒരു തുടക്കമായിട്ട് ഇതിനെ കാണാം. അപ്പൊ നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത് ആദ്യത്തെ അധ്യായമാണ്. അർജുന വിഷാദ യോഗം എന്നാണ് അതിനെ പറയുന്നത്. അപ്പൊ അർജുന വിഷാദ യോഗത്തില് നമ്മൾ അർജുനന്റെ വികാരങ്ങളാണ് ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഭഗവാൻ ശ്രീകൃഷ്ണനും അർജുനനും തമ്മിലുള്ള ഒരു സംഭാഷണ രൂപത്തിലാണ് ഭഗവത്ഗീത കൊടുത്തിട്ടുള്ളത്. ഭഗവത്ഗീതയിലെ 18 അധ്യായങ്ങളാണ് ഉള്ളത്. അപ്പൊ ഈ അധ്യായങ്ങളിൽ വന്നിട്ട് ഏറ്റവും എന്താ അർജുനന്റെ നമ്മളുമായിട്ട് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അധ്യായമാണ് ഈ 1ാമത്തെ അധ്യായം എന്ന് പറയുന്നത് ഭഗവത്ഗീതയില്. നമ്മളുടെ മനസ്സുകളിലും ഒരുപാട് എന്താ പറയാ എന്ത് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ എപ്പോഴും വരാറുണ്ട് അല്ലെ. ലൈഫില് ഒരുപാട് സമയത്ത് വരും. അപ്പൊ ഇത് ചെയ്യണത് ശരിയാണോ, ഇത് ചെയ്യുന്നത് ശരിയല്ലയോ. അതുപോലെ തന്നെ നമ്മൾ പറയും ഏറ്റവും നമ്മളുടെ ഫാമിലി ലൈഫ് ഒക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് എല്ലാവരോടും അറ്റാച്ച്മെന്റ് ഉണ്ടാവും, അതുപോലെ എഫെക്ഷൻ ഉണ്ടാവും. രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ ഒരു അറ്റാച്ച്മെന്റ് വരുമ്പോ നമ്മൾക്ക് വന്നു വെച്ചിട്ട് എല്ലാം നമ്മൾക്ക് ഒരാൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം. നമ്മുടെ മക്കളാണെന്നുണ്ടെങ്കിലും അതെ, എല്ലാം നമ്മൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണ്ട എന്നുള്ളതൊക്കെ നമ്മൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ വരാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനത്തെ സമയങ്ങളിലൊക്കെ ഭഗവത്ഗീത ഏറ്റവും നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് സത്യം പറഞ്ഞാല്. അപ്പൊ ഭഗവത്ഗീതയില്
ഇത് കാണാൻ സാധിക്കുന്നില്ലേ? കാണാം കാണാം. കാണാം അല്ലെ? അപ്പൊ ഗീത അധ്യയനം 18 ദിവസത്തിൽ. അപ്പൊ ഇതില് തേരാളിയായിട്ട് ഭഗവാൻ ഇരിക്കുന്നതാണ് കാണുന്നത്, പാർത്ഥസാരഥിയായിട്ട്. അതായത് പാർത്ഥന്റെ സാരഥി ആയതുകൊണ്ടാണ് ഭഗവാന് പാർത്ഥസാരഥി എന്ന് പറയുന്നത്. അപ്പൊ ഇത് അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി ബാംഗ്ലൂരിന്റെ കീഴിലാണ് നമ്മളിത് പഠിക്കാൻ പോകുന്നത്. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ മന്ദിർ മാംഗ്ലൂരിന്റെ കീഴിലാണ്. അപ്പൊ നമ്മൾ പഠിക്കുന്ന ഭഗവത്ഗീത, ഭഗവത്ഗീതയ്ക്ക് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. അപ്പൊ അതിൽ നമ്മൾ പഠിക്കുന്നത് ഭഗവത്ഗീത യഥാരൂപം. ഇസ്കോൺ സ്ഥാപകാചാര്യനായിട്ടുള്ള ശ്രീമദ് AC ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദർ രചിച്ചിട്ടുള്ള ഭഗവത്ഗീതയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ പ്രഭുപാദ ആരാണ്? അപ്പൊ നമ്മളൊരു പുസ്തകം പഠിക്കാൻ പോവുകയാണ് അല്ലെ? അതെ. അപ്പൊ അതാരാണ് രചിച്ചത്? അദ്ദേഹത്തിന്റെ മഹത്വം എന്താണ് എന്നുള്ളത് നമ്മൾ അറിയണം. AC ഭക്തിവേദാന്ത പ്രഭുപാദ ജനിച്ചത് ബംഗാളിലാണ്. അദ്ദേഹം ഒരു വൈഷ്ണവ ആചാര്യനായിരുന്നു. ഒരു വൈഷ്ണവ കുടുംബത്തിലാണ് ജനിച്ചത്. അപ്പൊ അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ ഗുരു അദ്ദേഹത്തിന് ഉപദേശിക്കുകയാണ് എന്തെന്ന്, ഭഗവത്ഗീത ഈ ലോകം മുഴുവൻ പ്രചരിപ്പിക്കണം. ചൈതന്യ മഹാപ്രഭുവിന്റെ സന്ദേശം ഈ ലോകം മുഴുവൻ എത്തിക്കണം. അതുപോലെ തന്നെ എന്താ പറയാ, ഒരുപാട് പുസ്തകങ്ങൾ രചിച്ച് അതിന് വ്യാഖ്യാനങ്ങൾ രചിച്ച്, അതായത് ഭാഗവതത്തിനും ഭഗവത്ഗീതയ്ക്കും ഒക്കെ വ്യാഖ്യാനങ്ങൾ രചിച്ച് ഈ ലോകത്തിലുള്ള സാധാരണ ജനങ്ങളെ ഉദ്ബുദ്ധരാക്കണം. അപ്പൊ നമ്മളുടെ മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തില് ഏറ്റവും നല്ല ഒരു സൗകര്യങ്ങളോട് കൂടി ജീവിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മളുടെ സന്തോഷം എന്ന് പറയുന്നത് പരമമായ ഒരു സന്തോഷത്തിൽ എത്തിക്കുക എന്നുള്ളതാണ്. അതായത് ഭഗവാനെ കുറിച്ച് അറിയുക, ഭഗവാന്റെ അടുത്ത് എത്തുക എന്നുള്ളത്. അപ്പൊ നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ നമ്മൾക്ക് അറിയാമല്ലേ, നമ്മുടെ എന്ത് സന്തോഷമാണെങ്കിലും എത്ര സമയത്തേക്ക് നമ്മൾക്ക് നിലനിൽക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മിനിറ്റിൽ നമ്മൾ തോന്നും ഓക്കെ, നമ്മളൊരു അക്കാഡമിക് റെക്കോർഡ്, ഇത് ഒരു 10th പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഏറ്റവും നല്ല മാർക്കോട് കൂടി ജയിച്ചു. ഇപ്പോൾ റിസൾട്ട് വന്നൊക്കെ സമയമാണ്. നിറയെ പേർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ അവർക്ക് അത്രയും നല്ല റിസൾട്ട് കിട്ടി എന്നുള്ളതൊക്കെ ഒരു സന്തോഷമായിരിക്കും അല്ലെ? പക്ഷെ അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു കൊല്ലത്തിലേക്ക് പോകുമ്പോൾ ആ കൊല്ലത്തിലെ ഒരു റിസൾട്ട് നല്ലതല്ല, അല്ലെങ്കിൽ മര്യാദയ്ക്ക് നമ്മൾ പഠിക്കാൻ സാധിക്കുന്നില്ല എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് മുമ്പുണ്ടായ ആ സന്തോഷം നമ്മൾക്ക് നിലനിൽക്കുമോ? ഇല്ല. അപ്പൊ അതുപോലെ തന്നെ ഓരോ ഈ നമ്മളുടെ ഈ ലോകത്തിലുള്ള എല്ലാ സുഖവും സന്തോഷവും എന്തൊക്കെയാണെങ്കിലും നൈമിഷികങ്ങളാണ്. അത് കുറച്ചു നേരത്തേക്ക് മാത്രം നിലനിൽക്കുന്നതാണ്. ഇന്നത്തെ മൂടായിരിക്കണമെന്നില്ല നമുക്ക് നാളെ ഉണ്ടാവുക അല്ലെ? അതുപോലെയല്ലേ ഉണ്ടാവുന്നത്. അപ്പോ ഈ ഭക്തി പ്രഭുപാദയുടെ പേര് അഭയ് ചരൺ എന്നായിരുന്നു. അദ്ദേഹം ഒരു വൈഷ്ണവ കുടുംബത്തില് ജനിച്ചു കഴിഞ്ഞത്. അപ്പൊ ആ ആചാര്യൻ എന്താ പറഞ്ഞത്? നമ്മൾ എത്തേണ്ടത് ഒരു പരമമായ സന്തോഷത്തിലേക്ക് നിങ്ങൾ അന്വേഷിക്കൂ എന്നുള്ളതാണ്. അപ്പൊ അന്ന് പ്രഭുപാദ വന്നു കഴിഞ്ഞിട്ട് ഈ ഗാന്ധി അന്ന് ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ടില്ല, അതിന്റെ ഒരു ഇതിലാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതല്ല നമ്മൾക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെക്കാൾ മുഖ്യം പരമമായ സ്വാതന്ത്ര്യമാണ്. നമ്മൾക്ക് ഈ മരണത്തിൽ നിന്നാണ് നമ്മൾക്ക് രക്ഷപ്പെടേണ്ടത്. കാരണം എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളത് എന്താണ്? ഇന്ത്യ എന്ന് പറയുന്ന ഒരു ചെറിയ ഭൂഭാഗമാണ്, അതിന്റെ സ്വാതന്ത്ര്യം ഓക്കെ. പക്ഷെ നമ്മൾക്ക് എന്ത് സ്വാതന്ത്ര്യമാണ് വേണ്ടത്? എല്ലാ മനുഷ്യരും അനുഭവിക്കുന്ന ആ പാരതന്ത്ര്യത്തിൽ നിന്ന്, അതായത് ഒരു മരണത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം എന്നുള്ളത്. അതിന് ഭഗവത്ഗീത പഠിക്കണം, ഭാഗവതം പഠിക്കണം, അത് എല്ലാവരിലും എത്തിക്കണം, ആ സന്ദേശം എത്തിക്കണം. എങ്ങനെയാണ് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോവാന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് പ്രഭുപാദയോട് ആചാര്യൻ പറഞ്ഞത്. അതനുസരിച്ച് പ്രഭുപാദ 70ാമത്തെ വയസ്സിൽ അമേരിക്കയിൽ പോയി. അവിടുന്ന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട ഒരുപാട് ആൾക്കാരെ, ലക്ഷക്കണക്കിന് ആൾക്കാരെ കൃഷ്ണാവബോധത്തിലേക്ക് കൊണ്ടുവന്നു. അതാണ് പ്രഭുപാദയുടെ മഹത്വം എന്ന് പറയുന്നത്. അദ്ദേഹം അപ്പൊ പോകുമ്പോ അദ്ദേഹത്തിന്റെ കയ്യിൽ ആകെ 40 രൂപയ്ക്ക് തുല്യമായിട്ടുള്ള ഒരു ഡോളറാണ്, $5 മറ്റുമാണ് കയ്യിലുണ്ടായിരുന്നത്. അപ്പൊ ഒന്നും എടുക്കാതെ, അതായത് പൂർണ്ണമായും ഭഗവാനെ വിശ്വസിച്ചുകൊണ്ട്. അപ്പൊ പ്രഭുപാദ പോകുന്ന ഷിപ്പില് ഒരു കാർഗോ ഷിപ്പിലാണ് പോയത്. 2 തവണ അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. എന്നിട്ട് പോലും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് രക്ഷപ്പെടുകയാണ് ചെയ്തത്. അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞിട്ടും ഒരു പൈസ പോലും കയ്യിലുണ്ടായിരുന്നില്ല. അപ്പൊ ഭഗവാനെ ശരണം, അതായത് എന്റെ ഗുരുവാണ്, ഗുരു പറഞ്ഞതാണ് ഞാനത് ചെയ്യണം എന്നുള്ള ഒരൊറ്റ വിശ്വാസം കൊണ്ടാണ് ഒരു 2 കൊല്ലം ഒരു ഒറ്റയാൾ പട്ടാളായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് പ്രഭുപാദ അത്രയും
പേരെ ഈ കൃഷ്ണാവബോധത്തിലേക്ക് കൊണ്ട് അത് വന്ന മുക്കാഭാഗം ആൾക്കാർ ഹിപ്പികളായിരുന്നു, മയക്കുമരുന്നിന് അടിമപ്പെട്ടവരായിരുന്നു. അപ്പൊ അവരെ എല്ലാം കൃഷ്ണാവബോധത്തിലേക്ക് കൊണ്ടുവന്ന് അതിന് ഒരു 108 അമ്പലങ്ങൾ. അപ്പൊ 70 വയസ്സിൽ നമ്മൾ സാധാരണ ഒരു റിട്ടയർമെന്റ് ലൈഫാണ് അല്ലെ, എൻജോയ് ചെയ്യണം, ഏതോ ഒരു TV കാണണം, അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു ഏജിലാണ് ഈ സമയത്ത് പുറത്തു പോയി ഒരു 10 വർഷം കൊണ്ട് ഒരു 108 അമ്പലങ്ങൾ ഉണ്ടാക്കി ഇത്രയും വലിയ ഒരു ഇസ്കോൺ എന്നുള്ള ഒരു സംഘടന രൂപീകരിച്ച് ഇപ്പോഴും നമ്മൾ അതിന്റെ ഭാഗമായിട്ടാണ്. നമ്മൾക്ക് സൗജന്യമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം തരാണ് അല്ലെ, ഭഗവാനിലേക്ക് എങ്ങനെ പോവാം എന്നുള്ളത് എത്ര പേര് മഹത്തരമായിട്ടുള്ള കാര്യമാണെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇതൊക്കെ ആർഗോഷിപ്പാണ് കാണിക്കുന്നത്, അവിടെ പോയിട്ടുള്ള കീർത്തനങ്ങളെല്ലാമാണ് കാണിക്കുന്നത്. അപ്പൊ പോകുന്ന സമയത്ത് ഒരു 3 സ്കന്ധത്തിന്റെ ഭാഗവതം അദ്ദേഹം എഴുതിയിരുന്നു. അത് കൊച്ചിയിൽ നിന്നാണ് കയറ്റിയത്. അപ്പോൾ അതിന് ഒരു സ്മാരകം അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഇതിന്റെ ഇവിടെ ഇതായിട്ട് കാണാനായിട്ട് സാധിക്കും. കൊച്ചിയുടെ ആ ഒരു ഇത് നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഒരുപാട് ഡീപ്പായിട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കില്ല. അതേപറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഒരു ദിവസമല്ല, 2 ദിവസമല്ല, ഒരു മാസം പറഞ്ഞാലും നമ്മൾക്ക് തീരില്ല. അത്രയ്ക്കുണ്ട് പ്രഭുപാദയെ പറ്റിയിട്ട് പറയാനായിട്ട്. ഇതാണ് ആ സ്മാരകം, കൊച്ചിയിൽ നമ്മൾ കാണുന്ന സ്മാരകം അവിടെ നിന്ന് കയറ്റിയത്. അപ്പോ ഇന്ന് ഒരു കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ആദ്യത്തെ ദിവസമാണല്ലോ, ഒരു ഭാഗമാണ്, അതുകൊണ്ട് കുറച്ച് സമയം എടുക്കും. അപ്പൊ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോണ്ടി വരും കേട്ടോ. ഹരേ കൃഷ്ണ. അപ്പൊ ഇത് രാധാ ഗോവിന്ദ്ജിയാണ്. ഇസ്കോൺ മംഗലാപുരം അമ്പലത്തിലെ കുലൈ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അവിടുത്തെ ടെമ്പിൾ പ്രസിഡന്റ് നാമനിഷ്ഠ പ്രഭുവാണ്. അദ്ദേഹം ജയപതാക ഗുരു സ്വാമിയുടെ ശിഷ്യനാണ്. അതുപോലെ പ്രഭുപാദയുടെ ഒരു അരുമ്പ ശിഷ്യനാണ് ജയപതാക സ്വാമി ഗുരു മഹാരാജ് എന്ന് പറയുന്നത്. അദ്ദേഹം ഇപ്പോഴും ഉണ്ട്. ഒരു വളരെയധികം വരിഷ്ഠനായിട്ടുള്ള ഒരു വൈഷ്ണവ ആചാര്യനാണ്. മായാപൂർ ടെമ്പിളിനെയാണ് അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത്. അപ്പോ ഇവരുടെ നേതൃത്വത്തിലാണ് നമ്മൾ ഇപ്പൊ ഇത് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇനി നമ്മൾ എന്താ പറയാൻ പോണെന്ന്, എന്തുകൊണ്ടാണ് ഭഗവത്ഗീത യഥാരൂപം നമ്മൾ പഠിക്കേണ്ടത്? അപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ, ഭഗവത്ഗീതയ്ക്ക് ഒരുപാട് ഭാഷ്യങ്ങളുണ്ട്, വ്യാഖ്യാനങ്ങളുണ്ട് എന്നുള്ളത്. പക്ഷെ എന്തുകൊണ്ടാണ് യഥാരൂപം പഠിക്കേണ്ടത്? യഥാരൂപം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? യഥാരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്തും പഠിക്കുന്നത്. ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്നതാണ്, ഭഗവത്ഗീത പറഞ്ഞിട്ടുള്ളത് ഭഗവാനാണ്, അത് അർജുനനോടാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഭഗവാൻ കൃഷ്ണനാണ് ഗീത ഉപദേശിച്ചത്. അപ്പൊ ആ കൃഷ്ണന്റെ വാക്കുകളാണ് നമ്മൾക്ക് എത്തേണ്ടത്. പക്ഷെ ഗീത രചിച്ചിരിക്കുന്നത് 5000 വർഷങ്ങൾക്ക് മുമ്പാണ് അല്ലെ, കുരുക്ഷേത്ര യുദ്ധം നടക്കുമ്പോൾ. അത് ദ്വാപര യുഗത്തിന്റെ അവസാനത്തിലാണ്, കലിയുഗം തുടങ്ങാൻ ഇരിക്കുന്ന ആ സമയത്താണ് ഇത് നടന്നിട്ടുള്ളത്, മഹാഭാരത യുദ്ധം നടന്നിട്ടുള്ളത്. അപ്പോ ഈ യഥാരൂപം എന്ന് പറയുമ്പോൾ അത് ഭഗവാൻ എന്താണോ പറയുന്നത് അത് അതേപടി നമ്മളിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതേ രൂപത്തിൽ, യഥാരൂപം അതേ രൂപത്തിൽ. അതാണ് ഈ ഭഗവത്ഗീതയുടെ പ്രത്യേകത. പ്രഭുപാദ എന്ന് പറയുന്നത് ചൈതന്യ മഹാപ്രഭുവിന്റെ ഇതിലാണ്, ചൈതന്യ മഹാപ്രഭുവിന്റെ സന്ദേശങ്ങളാണ് പ്രഭുപാദ മൂലമായിട്ട് നമ്മൾ അറിയുന്നത്. അപ്പോൾ പ്രഭുപാദയുടെ ഗുരു എന്ന് പറയുന്നത് ഭക്തി സിദ്ധാന്ത സരസ്വതിയാണ്. അപ്പൊ ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് ബ്രഹ്മാവിൽ നിന്നാണ് തുടങ്ങുന്നത്. ഭഗവാൻ ആർക്കാണ് ആദ്യം ഗീത ഉപദേശിച്ചത്? അതായത് വേദജ്ഞാനം കൊടുത്തത് ബ്രഹ്മാവിനാണ്. ബ്രഹ്മാവിൽ നിന്ന് നാരദർക്ക് വന്നു, അത് കഴിഞ്ഞിട്ട് മാധവാചാര്യർക്ക് വന്നു, അങ്ങനെ പരമ്പരയായി വന്ന് ചൈതന്യ മഹാപ്രഭുവിലെത്തി. അത് കഴിഞ്ഞ് ഒരുപാട് ഭക്തി വിനോദ ഠാക്കൂർ, അത് കഴിഞ്ഞ് ഭക്തി സിദ്ധാന്ത ഗൗരി കൃഷ്ണ ബാബ, അത് കഴിഞ്ഞിട്ട് ഭക്തി സിദ്ധാന്ത സരസ്വതി, അത് കഴിഞ്ഞിട്ടാണ് പ്രഭുപാദ വരുന്നത്. അപ്പൊ അത് അങ്ങനെയാണ് ഗുരു പരമ്പര പോകുന്നത്. അപ്പോ എപ്പോഴും ഇതെന്ന് പറയുന്നത് ഒരു ഡിസെൻഡിങ് ഓർഡർ ആണ്, താഴത്തേക്ക് വരുന്ന മാതിരിയാണ്. അപ്പൊ ഭഗവാൻ അപ്പോ എന്താണോ ഭഗവാൻ പറഞ്ഞത് അത് അതേപടി നാരദൻ സ്വീകരിച്ചു, നാരദർ പറഞ്ഞത് അതേപടി വ്യാസർ സ്വീകരിച്ചു. അങ്ങനെ താഴെ വന്ന് അതേ വാക്കുകളാണ് നമ്മൾക്ക് ഈ ഭഗവത്ഗീത യഥാരൂപത്തിൽ കൂടെ നമ്മൾക്ക് എത്തിയിട്ടുള്ളത്. ഇപ്പൊ ഇതില് കാണിക്കുന്നുണ്ട് അല്ലെ, ഒരു ചാർജർ കാണിക്കുന്നുണ്ട്, മൊബൈൽ ചാർജർ കാണിക്കുന്നുണ്ട്. അപ്പൊ അതിലെന്താ കാണുന്നുണ്ടെങ്കിൽ ഈ മൊബൈലിന്റെ ചാർജർ ആ കേബിളിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ചാർജറിൽ കൂടെ നമ്മൾക്ക് എത്താനായിട്ട് സാധിക്കില്ല അല്ലെ. അതിന്റെ ചാർജ് ആ മൊബൈലിലേക്ക് എത്തില്ല. അപ്പൊ ആ മൊബൈലിൽ ചാർജ് ആവില്ല. അതുപോലെ തന്നെയാണ് ഈ വേദജ്ഞാനം അല്ലെ, ഭഗവത്ഗീത കൊടുക്കുന്ന ജ്ഞാനം എന്ന് പറയുന്നതും, ആത്മീയ ജ്ഞാനം എന്ന് പറയുന്നതും. ആ ജ്ഞാനം ഇതിലെ ഇടയിൽ തുടർച്ചയായിട്ടുള്ള ഒരു സക്സഷനിൽ കൂടെ, ഒരു പരമ്പരയിൽ കൂടി നമ്മൾക്ക് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇടയിൽ ഒരാളിൽ ധ്യാനിക്കൂ. അപ്പൊ എന്താ ഉണ്ടാവുക, അടുത്ത ആൾക്ക് എവിടെ നിന്നാണ് നമ്മൾക്ക് ആ കറക്റ്റ് ആയിട്ടുള്ള സോഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു നോളജ് അല്ല, നമ്മൾ പുസ്തകം വായിച്ചിട്ടുള്ള നോളജ് എന്ന് പറയുന്നത് അത് കറക്റ്റ് ആയിരിക്കണമെന്നില്ല. കാരണം ഒരു ശ്ലോകത്തിന്റെ അർത്ഥങ്ങൾ പല വിധത്തിൽ വ്യാഖ്യാനിക്കാം. ഒരു സംസ്കൃതം വാക്കിന് ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്താണോ ഭഗവാൻ ഉദ്ദേശിച്ചത് ആ അർത്ഥമാണ് നമ്മളിലേക്ക് എത്തേണ്ടത്. അതൊരു പരമ്പര ത്രൂ വന്നാൽ മാത്രമാണ് അത് എത്താനായിട്ട് സാധിക്കുള്ളൂ. അതാണ് ഒരു പരമ്പരയുടെ മഹത്വം എന്ന് പറയുന്നത്.
അതുപോലെ ഭഗവത്ഗീത പഠിതാവിന്റെ യോഗ്യതകളാണ് പറയുന്നത്. അപ്പൊ എന്താണ് ഇതിൽ പറയുന്നത്? അർജുനൻ ഭക്തനും ശിഷ്യനും ഉറ്റമിത്രവും ആകയാലാണ് ഭഗവത്ഗീത അദ്ദേഹത്തിന് ഉപദേശിക്കപ്പെട്ടത്. അപ്പൊ അർജുനന് അപ്പൊ എന്താണ് ഒരു ഭഗവത്ഗീത പഠിക്കണമെങ്കിൽ നമ്മൾക്ക് എന്ത് യോഗ്യതകൾ വേണം? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും എന്ത് വേണം? ഭക്തനായിരിക്കണം. ഭക്തൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കാരണം എന്താണോ ഭഗവാൻ പറയുന്നത് അത് അതേപടി സ്വീകരിക്കാനുള്ള ഒരു മനസ്സുള്ള ഒരാള്. കാരണം ഇപ്പൊ അത് എന്തുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളൊരു ഇത് വരില്ല. ഭഗവാന് എല്ലാ കഴിവുമുണ്ട്. അപ്പൊ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം ശരിയായിരിക്കും എന്നുള്ള ഒരു വിശ്വാസം അത് വേണം ആദ്യം നമ്മൾക്ക്. അതുപോലെ ഒരു ശിഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ എനിക്കൊന്നും അറിയില്ല, അതുകൊണ്ട് ഞാൻ അറിയുന്ന ഒരാളോട് ചോദിക്കുകയാണ്. അപ്പൊ എനിക്ക് കുറെയൊക്കെ അറിയാം, ഇവര് പറയുന്നതെല്ലാം ശരിയാണോ തെറ്റാണോ എന്നുള്ള ഒരു മനോഭാവത്തോട് കൂടിയിട്ടല്ല. എനിക്ക് അറിയാത്തത് കൊണ്ട് അറിയുന്ന ഒരാൾ പറഞ്ഞു തരുമ്പോൾ അത് അതേപടി സ്വീകരിക്കാനുള്ള ഒരു മനസ്സ്. അതായത് ഒരു പുലിനേക്കാൾ തൃണാദപി സുനീചന എന്ന് പറയും, ഒരു പുലിനേക്കാൾ താഴ്ന്നു മാറിയുള്ള ഒരു മനോഭാവം. അതുപോലെ ഒരു ഉറ്റമിത്രം, അതായത് സുഹൃത്ത് ഭാവത്തോടു കൂടി. ഒരു നല്ല സുഹൃത്ത് എന്താ വിചാരിക്കുക? തന്റെ സുഹൃത്തിന് ഏറ്റവും നല്ലത് നടക്കണം എന്നല്ലേ വിചാരിക്കുക. അങ്ങനത്തെ ഒരു മനോഭാവത്തോട് കൂടിയിട്ട് വേണം, ഒരു എന്താ പറയാ, ഒരു എളിമയോട് കൂടിയിട്ട് വേണം. ഞാൻ എല്ലാം പഠിക്കാൻ തയ്യാറാണ്, എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട് എന്നുള്ള ആ ഒരു എളിമയോട് കൂടിയിട്ട് നമ്മളെ ഭഗവത്ഗീത പഠിക്കാനായിട്ട് ഇരിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അർജുനന് ആ ഗുണങ്ങൾ ഉള്ളത് കൊണ്ടാണ് അർജുനന് ഉപദേശിച്ചത്. അല്ലെങ്കിൽ എത്രയോ പേരുണ്ടായിരുന്നല്ലോ യുധിഷ്ഠിരൻ ഉപദേശിക്കായിരുന്നല്ലോ. അല്ല പോട്ടെ, ദുര്യോധനാണ് പറഞ്ഞു യുദ്ധം ചെയ്യണമെന്ന് ബഹളം വെക്കണമെന്ന്. ദുര്യോധനെ ഉപദേശിച്ച് നന്നാക്കാന്ന് വിചാരിച്ചില്ലല്ലോ ഭഗവാൻ. അപ്പൊ അങ്ങനെ ഇപ്പൊ എന്തുകൊണ്ടാണ്? അതിന് ചില ഗുണങ്ങൾ ആവശ്യമുണ്ട് എന്നുള്ളതാണ് അവിടെ പറഞ്ഞത്. അപ്പൊ ഭഗവത്ഗീത ഗീതോപദേശം, അതുപോലെ തന്നെ ഗീത ആരാണോ ഉപദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ ആജ്ഞ. ഇപ്പൊ എല്ലാം ഒരു ഭഗവാൻ ഒരാൾക്ക് ഒരു അറിവ് കൊടുക്കുമ്പോൾ ആ അറിഞ്ഞ ആളിൽ നിന്നാണ് നമ്മൾ സ്വീകരിക്കുന്നത് അല്ലെ. അപ്പൊ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത് എന്നുള്ളത് അവരുടെ നിർദ്ദേശം അനുസരിച്ച് വേണം നമ്മൾ ഭഗവത്ഗീത കേൾക്കാനായിട്ട് പറയുന്നപ്പോ ആരാണോ ഒരു ഗുരുവായിട്ട് വന്ന് നമ്മൾക്ക് പറഞ്ഞു തരുന്നത് ആ ഗുരു പറയുന്നത് പൂർണ്ണമായും സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾക്ക് ഉണ്ടാവണം. കാരണം നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഡോക്ടർ പറയും നമ്മൾക്ക് എന്താണ് രോഗം എന്ന് അറിയില്ല അല്ലെ, ഡോക്ടർക്കാണ് അറിയുക. അപ്പൊ അതിന് എന്താണോ മരുന്ന് ഡോക്ടർ തരുന്നത് അത് നമ്മൾ അതേപടി സ്വീകരിക്കുകയാണ് ചെയ്യുക. അപ്പൊ ഇത് കഴിക്കാൻ പാടുണ്ട്, ഇത് എനിക്ക് തോന്നുന്നത് കഴിക്കണ്ടാന്ന്, അതുകൊണ്ട് ഞാൻ ഇത് കഴിക്കില്ല, ഈ മരുന്ന് കഴിക്കില്ല, മറ്റേ മരുന്ന് കഴിക്കാൻ നമ്മൾ ഒരിക്കലും തിങ്ക് ചെയ്യാറുണ്ടോ? ഇല്ല അല്ലെ, ചിന്തിക്കാറില്ല അല്ലെ. അങ്ങനെ ചെയ്താൽ എന്താ ഉണ്ടാവുക? നമ്മുടെ അസുഖം മാറില്ല, ഒരുപക്ഷെ വേഴ്സ് ആവാനും സാധ്യതയുണ്ട്. അപ്പൊ ഭഗവത്ഗീത പഠിക്കുമ്പോഴും ആ ഒരു മനോഭാവം ഉണ്ടാവണം. ആരാണോ പറഞ്ഞു തരുന്നത് അത് പൂർണ്ണമായും സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾക്ക് ഉണ്ടാവണം. അതിനനുസരിച്ച് നമ്മൾക്ക് സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു എളിമയോട് കൂടിയിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ള ചോദിക്കാനുള്ള മനസ്സുണ്ടാവുക, അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവുക, ഇതൊക്കെയാണ് വേണ്ടത്. അപ്പൊ ഇത് ഭഗവത്ഗീത മനുഷ്യ ജീവിതത്തിലെ ഒരു ലൈഫ് മാനുവൽ ആണ്. അപ്പൊ ഇതിൽ നമ്മൾക്ക് എല്ലാ എന്താ പറയാ വെഹിക്കിൾസ് ഒക്കെ, എല്ലാ വാഹനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കയറിയിട്ട് നമ്മൾക്ക് കണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഒരു കാർ ഓടിക്കാൻ പഠിക്കണമെങ്കിൽ അതെങ്ങനെ ഗിയർ അതെല്ലാം നമ്മൾ പഠിക്കണം അല്ലെ. ഇപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള നിറയെ വെഹിക്കിൾസ് വന്നിട്ട്, എന്നാലും അതിന് ഉപയോഗിക്കേണ്ട ഒരു വിധം ഉണ്ടാവും. ആ വിധത്തിൽ നമ്മൾ ചെയ്താൽ മാത്രമാണ് കാർ മര്യാദയ്ക്ക് സ്മൂത്ത് ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ നമ്മളുടെ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് എന്തിനു വേണ്ടി തന്നിട്ടുള്ളതാണ്? ഭഗവാനിലേക്ക് തിരിച്ചു പോകാനായിട്ട് നമുക്ക് തന്നിട്ടുള്ള ഒരു ലൈഫാണ് നമ്മളുടെ മനുഷ്യ ജീവിതം, മനുഷ്യ ശരീരം എന്ന് പറയുന്നത്. അപ്പൊ ഈ മനുഷ്യ ശരീരത്തിനെ എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിച്ചാലാണ് അതെന്താണ് പ്രോപ്പർ യൂസ് എന്നുള്ളത്, അതിന്റെ ഒരു ലൈഫ്. അപ്പോ നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് ഭഗവാനാണ് അല്ലെ. നമ്മൾ പറയും ബ്രഹ്മാവാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നുള്ളത്. പക്ഷെ ഇത് എന്താ വരുന്നത്? ബ്രഹ്മാവിനെ ആരാണ് സൃഷ്ടിച്ചത്? ഭഗവാനാണ് സൃഷ്ടിച്ചത് അല്ലെ. അപ്പൊ ആ ഭഗവാനിൽ നിന്നാണ് ബ്രഹ്മാവ് വന്നിട്ടുള്ളത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ബ്രഹ്മാവ് എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡറി, രണ്ടാമത്തെ ജന്മമാണ് ബ്രഹ്മാവിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പൊ ഏറ്റവും ആദ്യം സൃഷ്ടിച്ച ഒരാൾക്കാണ് അറിയുക എന്തെന്ന്, എങ്ങനെ നമ്മളുടെ ആ ഉപകരണത്തെ ഉപയോഗിക്കണം എന്നുള്ളത് അല്ലെ. അപ്പൊ നമ്മളെ ഒരു ഉപകരണമായിട്ട് കാണൂ. അപ്പൊ ഭഗവാൻ നമ്മളോട് പറയാണ് ഇന്ന മാതിരിയാണ് നിങ്ങളുടെ ശരീരത്തിനെ ഉപയോഗിക്കേണ്ടത്, നിങ്ങളുടെ മനസ്സിനെ ഉപയോഗിക്കേണ്ടത് എന്ന് പറയുമ്പോൾ അത് നമ്മൾ പൂർണ്ണമായും അനുസരിക്കണം അല്ലെ. അപ്പൊ ആ ഭഗവത്ഗീതയെ നമ്മളുടെ ലൈഫിന്റെ ഒരു മാനുവലായിട്ട് കാണുക, എങ്ങനെ ജീവിക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നതാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. ഭഗവത്ഗീതയില് 18 അധ്യായങ്ങളാണുള്ളത്. ഇതിൽ ആദ്യത്തെ 6 അധ്യായങ്ങൾ കർമ്മയോഗം എന്ന് പറയും. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ വരും കേട്ടോ. ഇനി രണ്ടാമത്തേതാണ് ഭക്തിയോഗം. ഇനി അവസാനത്തെ 6 അധ്യായങ്ങളാണ് ജ്ഞാനയോഗം എന്ന് പറയുന്നത്. ഇതിൽ ഭക്തിയോഗമാണ് ഏറ്റവും അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പൊ ഭഗവത്ഗീത എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ഒരുപാട് വേദങ്ങളുണ്ട്, നമ്മൾക്കറിയാം കുറെ വേദങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ വേദങ്ങളുടെ ഒക്കെ ഒരു സാരമാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. അപ്പൊ ഒരു ടോർച്ച് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഒരു ടോർച്ച് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഒരു കുറച്ച് ദൂരത്തേക്കാണ് നമുക്ക് ലൈറ്റ് കാണുള്ളൂ അല്ലെ. പക്ഷെ നമ്മളുടെ സൂര്യനാണെങ്കിലോ
അപ്പൊ രാവിലെ വെളിച്ചം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഏത് റൂമിലും നമ്മൾ ടോർച്ച് ലൈറ്റും കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. അത് ഏത് വീട്ടിലും നമ്മൾ ഒരു വീട്ടിന് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ലല്ലോ സൂര്യപ്രകാശം എന്ന് പറയുന്നത്, ഈ ഭൂലോകത്തെ മുഴുവൻ വെളിച്ചം തരുന്നു. അതുപോലെയാണ് ഭഗവത്ഗീത. നമ്മളെ അന്ധകാരത്തിൽ നിന്ന്, നമ്മുടെ മനസ്സിൽ ഒരുപാട് കാലങ്ങളായിട്ട് അടിഞ്ഞുകൂടിയിട്ടുള്ള കുറെ മാലിന്യങ്ങളുണ്ട്. ആ മാലിന്യങ്ങളെ നീക്കാനായിട്ട് ഭഗവത്ഗീത സഹായിക്കും. എങ്ങനെ? ഒരു സൂര്യപ്രകാശം വരുമ്പോൾ ഈ ഭൂമിയിലെ മൊത്തമുള്ള ഭൂമിയിലത്തെ ആ അന്ധകാരം മുഴുവൻ നീക്കം ചെയ്യുന്നത് പോലെ നമ്മളുടെ മനസ്സിലുള്ള ആ ഇരുട്ടിനെ നീക്കാനായിട്ട് ഭഗവത്ഗീത സഹായിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഭഗവത്ഗീതയിൽ പ്രധാനമായിട്ട് 5 വിഷയങ്ങളാണുള്ളത്. ഈശ്വരൻ, ജീവാത്മാവ്, ഭൗതിക പ്രകൃതി, കാലം, കർമ്മം. അപ്പോ ഇതിൽ ഈശ്വരൻ എന്ന് പറയുന്നത് ഈശ്വരനാണ് സൃഷ്ടികർത്താവ്. ജീവാത്മാവ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനുള്ള നമ്മളുടെ ആത്മാവ്. ആ ആത്മാവാണ് യഥാർത്ഥത്തിലുള്ളത് ആക്ച്വലി. അപ്പോ നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് അതിന്റെ ഒരു പുറമോടി മാത്രമാണ്. അതിനുള്ള ഒരു സൂക്ഷ്മ ശരീരം എന്ന് പറയും, അതിലാണ് ആത്മാവ് എന്ന് പറയുന്നത്. ആ ജീവാത്മാവാണ് യഥാർത്ഥമായിട്ടുള്ളത്. അതുപോലെ ഭൗതിക പ്രകൃതി എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതി, അതിനെ ബന്ധപ്പെട്ട് എന്തൊക്കെ നമ്മൾ അനുഭവിക്കണം എന്നുള്ളത്. അതുപോലെ കാലം എന്ന് പറയുന്നത് ഒരു കാലത്തിന്റെ നമ്മൾക്കൊരു എന്താ പറയാ, ഒരു നിശ്ചിത കാലം മാത്രമാണ് ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ അല്ലെ. അത് കഴിഞ്ഞാൽ നമ്മൾ മരിക്കണം. ഓരോരുത്തർക്കുള്ള കാലം വ്യത്യാസം ഉണ്ടാവും. അതിനെയാണ് കാലം എന്ന് പറയുന്നത്. കുറിപ്പിട്ട ഒരു സമയം മാത്രമാണ് നമ്മൾക്ക് ഇവിടെ ഇരിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതിന് കർമ്മം എന്ന് പറയുന്നത് നമ്മളുടെ കർമ്മങ്ങൾ. അപ്പൊ ഇവിടെ നമ്മൾക്കറിയാം പലതരത്തിലുള്ള ജീവജാലങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ചിലര് മനുഷ്യരായിട്ട് ജനിച്ചിട്ടുള്ളത്, എന്തുകൊണ്ടാണ് ചിലര് നായകളായത്, ചിലര് പൂച്ചകളായിട്ടുള്ളത് എന്നൊക്കെ ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിന് ഉത്തരമില്ല അല്ലെ. അപ്പൊ അവിടെയാണ് നമ്മുടെ കർമ്മം എന്ന് പറയുന്നത്. നമ്മുടെ കർമ്മ ഫലങ്ങൾ പൂർവ്വ ജന്മങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ അനുസരിച്ചിട്ടാണ് നമ്മൾക്ക് ഓരോ ജന്മവും കിട്ടുന്നത്. അതാണ് നമ്മുടെ കർമ്മം. ഈ കർമ്മം എന്ന് പറയുന്നത് ശാശ്വതമല്ല. അതിൽ ബാക്കി എല്ലാ 4 ഘടകങ്ങളും ശാശ്വതമായിട്ടുള്ളതാണ്. ഇനി ഭഗവത്ഗീതയിൽ ചർച്ച ചെയ്യുന്ന ഇതാണ് ഇവിടെ പറയുന്നത് 5 അടിസ്ഥാന തത്വങ്ങൾ. ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. എന്താണ്? പ്രകൃതി, അതുപോലെ ഭഗവത്ഗീത വിഷയം 5 അടിസ്ഥാന തത്വങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ഭഗവത്ഗീതയിൽ പരമനിയന്താവായ ഈശ്വരൻ, അതുപോലെ ജീവന്മാര്, പ്രകൃതി, കാലം, കർമ്മം, അതാണ് ഇവിടെ പറയുന്നത്. ഇനി ഗീതാ മഹാത്മ്യം. ഇനി എന്തുകൊണ്ട് നമ്മൾ ഗീത പഠിക്കണം എന്നുള്ളത് പറയാണ്. ഇത് ശങ്കരാചാര്യരാണ് എഴുതിയത്. ശ്രീപാദ ശങ്കരാചാര്യരാണ് ഗീതാ മഹാത്മ്യം എഴുതിയിട്ടുള്ളത്. ഇതിന്റെ ആദ്യത്തെ ശ്ലോകം എന്താണ്? ഗീതാശാസ്ത്രമിതം പുണ്യം യത് പഠേത് പ്രയതഃ വിഷ്ണു പദമവാപ്നോതി ഭയശോകാദിവർജിതഃ എന്നാണ് പറയുന്നത്. അപ്പൊ ഭഗവത്ഗീത എന്താ പറയുക? ഒരു അതീന്ദ്രിയ സാഹിത്യമാണ്. അത് ശ്രദ്ധയോടുകൂടി വായിക്കണം. അതായത് ഒരു നോവൽ വായിക്കുന്ന മാതിരിയല്ല. ഇത് അതീന്ദ്രിയ, ഭഗവാനെ കുറിച്ച് നമ്മൾക്ക് പറഞ്ഞു തരുന്നത് ഒരു സാഹിത്യമാണ്. അതുകൊണ്ടാണ് അതീന്ദ്രിയം. അത് അതീന്ദ്രിയം എന്ന് പറയുന്നത് നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. വെറുതെ ഒരു നോവൽ വായിച്ചാൽ നമ്മൾ എൻജോയ് ചെയ്യാം, കരയാം, ചിരിക്കാം ഒക്കെ ചെയ്യാം അല്ലെ. അതുപോലെ ഭഗവത്ഗീത എന്ന് പറയുന്നതിന് ഉള്ളിൽ കുറെ അർത്ഥങ്ങൾ ഉണ്ടായിരിക്കും. അത് നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്ക് മേലെയാണ്. അതായത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുന്ന, നമ്മൾക്ക് മനസ്സുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളെക്കാളും കുറച്ചുകൂടി വലിയ കാര്യങ്ങളാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ അത് ശ്രദ്ധയോട് കൂടിയിട്ട് വായിക്കണം. അതുപോലെ തന്നെ എന്താണ്, ഈ ഭഗവത്ഗീതയിൽ എന്ത് നിർദ്ദേശങ്ങളാണ് പറഞ്ഞത് അത് നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ദുരിതങ്ങളിൽ നിന്നും ഉത്കണ്ഠകളിൽ നിന്നെല്ലാം നമ്മൾക്ക് മോചനം കിട്ടും. അടുത്ത ജന്മം നമ്മൾക്ക് നല്ലൊരു ആത്മീയ ജീവിതം കിട്ടും എന്നാണ് പറയുന്നത്. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഇവിടെയുള്ള ജീവിതമല്ല, ഭൗതിക ലോകത്തിന് മേലെ ഒരു ആത്മീയ ലോകമുണ്ട്, ഭഗവാന്റെ ഒരു ലോകമുണ്ട്. ആ ഭഗവാന്റെ ലോകത്തിലേക്ക് നമ്മൾക്ക് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. ധർമ്മശാസ്ത്രങ്ങളെ സംശയദൃഷ്ടിയെ വീക്ഷിക്കുന്ന അജ്ഞരും അവിശ്വാസികളുമായവർക്ക് ഈശ്വരാവബോധം ലഭിക്കുന്നില്ല. എന്നാൽ എന്താ പറയാ, ഇത് നമ്മൾ പൂർണ്ണമായിട്ടും അംഗീകരിക്കണം. കാരണം 5000 കൊല്ലങ്ങൾക്ക് മുമ്പോ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പോ ഉണ്ടായ കാര്യങ്ങളെല്ലാം നമ്മൾക്ക് കണ്ടു മനസ്സിലാക്കാൻ സാധിക്കില്ല അല്ലെ. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ മുത്തച്ഛനോ അതിന്റെ അവരുടെ മേലത്തെ മുത്തച്ഛനോ പോയി കഴിഞ്ഞാൽ പോലും അവരാരായിരുന്നു എന്തായിരുന്നു എന്ന് നമ്മൾക്ക് അറിയില്ല അല്ലെ. അപ്പൊ അതുപോലെയാണ് നമ്മളുടെ സ്ഥിതി. അപ്പോൾ എത്രയോ 5000 വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇത് ഭഗവാൻ പറഞ്ഞിട്ട് അതേമാതിരി നമ്മൾക്ക് തന്നിട്ടുള്ളതാണ് പരമ്പരയിൽ ത്രൂ. അതുകൊണ്ട് അത് ശരിയാണ്. ആ വിശ്വാസത്തോട് കൂടിയിട്ട് വേണം ഇതിനെ കാണാനായിട്ട്. ആ വിശ്വാസം ഇല്ലാണ്ട് സ്വീകരിച്ചാൽ ഭഗവാൻ നമ്മൾക്ക് അനുഗ്രഹം തരില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഗീതാധ്യയനശീലസ്യ പ്രാണായാമ പരസ്യ ച നൈവ സന്ദീഹി പാപാനി പൂർവജന്മ കൃതാനി ച. ഇവിടെ എന്താ പറയുന്നത്? ആത്മാർത്ഥമായി ഗൗരവമായി ഭഗവത്ഗീത വായിക്കുന്ന ഒരാളെ ഭഗവത് കരുണയാൽ മുമ്പ് ചെയ്ത പാപങ്ങളുടെ ഫലം ബാധിക്കുകയില്ല. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ടാവും, അറിഞ്ഞിട്ടും ചെയ്തിട്ടുണ്ടാവും, അറിയാണ്ടും ചെയ്തിട്ടുണ്ടാവും. നമ്മൾ നടക്കുമ്പോൾ തന്നെ എത്ര ജീവികളെയാണ് അല്ലെ നമ്മൾക്ക് അറിയാം. നമ്മൾ അമീബ, ബാക്ടീരിയ, വൈറസ് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഏതിനെയൊക്കെ നമ്മൾ ചവിട്ടിയിട്ടാണ് നമ്മൾ നടക്കണമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എത്രയോ ജീവജാലങ്ങളെ നമ്മൾ ഓരോ നിമിഷത്തിലും കൊന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കൂ.
അപ്പോ അങ്ങനെ അതുകൊണ്ട് അപ്പൊ ഇത്തരം പാപങ്ങൾ ഉണ്ടാവൂലേ നമ്മൾക്ക് അതൊന്നും നമ്മൾക്ക് മാറ്റാൻ പറ്റുന്ന കാര്യമല്ല. നമ്മൾക്ക് നടക്കാതിരിക്കാൻ സാധിക്കുമോ ജീവികളുണ്ടെന്ന് വിചാരിച്ചിട്ട്? അപ്പോ ഇത്തരം നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന പാപങ്ങളെയെല്ലാം നമ്മളിൽ നിന്ന് നീക്കം ചെയ്യും ഭഗവാൻ. എന്ത് ചെയ്താല്? ആത്മാർത്ഥമായിട്ട് ഗൗരവമായിട്ട് ഭഗവത്ഗീത വായിച്ചാല് എന്നാണ് അവിടെ പറയുന്നത്. ഭഗവത്ഗീത പരമദിവ്യോത്തമ പുരുഷന്റെ മുഖ നിർഗതമാണ്. ഗംഗാ ഭഗവാന്റെ മുഖവും പാദവും തമ്മിൽ തീർച്ചയായും യാതൊരു വ്യത്യാസമില്ല. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഭഗവത്ഗീത വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്? ഗംഗാ നദി ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ നിന്നാണ് വരണത്. അവിടെ നിന്നാണ് ഇവിടെ ഭൂമിയിലേക്ക് വന്നത് അല്ലെ? അപ്പോ അതുപോലെ തന്നെ ഭഗവാന്റെ മുഖത്തിൽ നിന്ന് ആ വായിൽ നിന്ന് വന്ന ഒരു ധാരയാണ് എന്ത് ഭഗവത്ഗീത എന്ന് പറയുന്നത്. അപ്പൊ മുഖവും പാദവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പൊ നമ്മൾ എപ്പോഴും പറയും എന്തെന്ന് ഗംഗാജലം എന്ന് പറയുന്നത് അത്രയും പരിശുദ്ധമാണെന്ന് പറയും അല്ലെ? അപ്പൊ അതിനേക്കാൾ കുറച്ചും കൂടി മഹത്വം കൂടുതലാണ് ഭഗവാന്റെ അതരത്തിൽ നിന്ന് വന്നിട്ടുള്ള ഭഗവത്ഗീതയ്ക്ക് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അത്രയും പരിശുദ്ധമാണ്. അപ്പൊ നമ്മളെ പരിശുദ്ധമാക്കാനായിട്ട് ഭഗവത്ഗീതയ്ക്ക് സാധിക്കും. മലിനേ മോചനം പുംസം ജലസ്നാനം ദിനേ ദിനേ സകൃത്ഗീതാമൃത സ്നാനം സംസാര മലനാശനം. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? അപ്പൊ നമ്മൾ എന്താ ദിവസവും നമ്മൾ ജലത്തിൽ കുളിക്കുമ്പോഴേ നമ്മളെ കുളിക്കാത്ത ആൾക്കാരുണ്ടാവില്ല. എസ്പെഷ്യലി മലയാളികൾ എല്ലാ ദിവസവും കുളിക്കുന്ന ആൾക്കാരാണ് അല്ലെ? അപ്പൊ നമ്മള് കുളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്തിന് ശുദ്ധി വരും. പക്ഷെ ആ സമയത്ത് നമ്മുടെ മനസ്സിലുള്ള ചിന്തകൾക്ക് വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ? നമ്മുടെ ഉള്ളിൽ എത്ര മറ്റുള്ളവരോടുള്ള വിദ്വേഷമായിരിക്കാം. അപ്പൊ നമ്മൾക്ക് തെറ്റുണ്ടാവില്ല. ചിലപ്പോൾ ആവശ്യമില്ലാണ്ട് ആരോ നമ്മളെ ചീത്ത പറഞ്ഞു, അല്ലാന്നുണ്ടെങ്കിൽ അനാവശ്യമായിട്ട് എന്തെങ്കിലും സംസാരിച്ച് നമ്മൾക്ക് ഒരുപാട് കോപം വരും അല്ലെ? അത് മനസ്സിൽ നിന്ന് നീങ്ങാനായിട്ട് അവരോടുള്ള ആ ഒരു ദേഷ്യം മനസ്സിൽ നിന്ന് നീങ്ങാനായിട്ട് എത്ര സമയമാണ് എടുക്കുക? അതുപോലെ ഒരുപാട് ചീത്ത വികാരങ്ങൾ നമ്മളുടെ മനസ്സിൽ കൂടെ കടന്നു പോവാറുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ശുദ്ധി ചെയ്യുന്നത്? അതിനാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. ഭഗവത്ഗീത ശ്രദ്ധയോടുകൂടി വായിച്ചാൽ, ഒരു ഗുരുവിന്റെ അനുഗ്രഹത്തോടുകൂടി വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭൗതിക ജീവിതത്തിലുള്ള മനസ്സിൽ നിന്നുള്ള എല്ലാ മാലിന്യങ്ങളും പോകും. അപ്പൊ മനസ്സിലെ മാലിന്യങ്ങൾ പോകുമ്പോൾ നമ്മൾക്ക് ഒരാളോട് ദേഷ്യമില്ല, വെറുപ്പില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് സന്തോഷമായിരിക്കും. നമ്മൾക്ക് എന്തുകൊണ്ടാണ് ദേഷ്യം വരുന്നത്? ഏതോ നന്നായി നടന്നില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? മറ്റുള്ളവർ എന്തോ ചീത്തയായിട്ട് ചെയ്തു, അല്ലെങ്കിൽ നമ്മളെക്കാളും നന്നായിട്ട് മറ്റുള്ളവർ നന്നായി ചെയ്യുന്നുണ്ട്. ഇത്തരം വികാരങ്ങളാണ് നമ്മൾക്കുള്ളിൽ ദേഷ്യം, വെറുപ്പ് എന്നുള്ളത് കൊണ്ടുവരുന്നത്. അപ്പൊ അത്തരം ഒരു വെറുപ്പ് നമ്മളുടെ ഉള്ളിലില്ല എന്നുണ്ടെങ്കിൽ അവർ നന്നായിരിക്കുന്നത് ഓക്കെ നല്ലത്, അത് എനിക്ക് അതിൽ സന്തോഷമേ ഉള്ളൂ. ആ ലെവലിൽ നമ്മൾ അതിനെ കാണാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ദേഷ്യം ഉണ്ടാവില്ല, വെറുപ്പുണ്ടാവില്ല, നമ്മളുടെ ചിന്താഗതി തന്നെ മാറും. അപ്പൊ അങ്ങനെ ജീവിതത്തിലുള്ള എല്ലാ മാലിന്യങ്ങളും നശിച്ചു പോയി നമ്മൾക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഭഗവത്ഗീത ശ്രവണം എന്ന് പറയുന്നത് അത്രയും മഹത്തരമാണ്. ഗീതാ സുഗീത കർത്തവ്യ കിമന്യേ ശാസ്ത്ര വിസ്തരൈഹി യാ സ്വയം പത്മനാഭസ്യ മുഖ പത്മാഗ്നി നിസൃത. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഭഗവത്ഗീത പരമദിവ്യോത്തമ പുരുഷനാൽ ഉപദേശിക്കപ്പെട്ടതാകയാൽ മറ്റൊരു വേദസാഹിത്യവും പഠിക്കേണ്ടതില്ല. ശ്രവിക്കുകയും വായിക്കുകയും ചെയ്താൽ മതി. ഇന്നത്തെ കാലത്ത് ആളുകൾ ലൗകിക വ്യാപാരത്തിൽ അത്രയധികം ഒഴുകിയിരിക്കുന്നത് കൊണ്ട് വേദസാഹിത്യം മുഴുവൻ വായിക്കുക അവർക്ക് അസാധ്യമത്രേ. എന്നാൽ ഇത് ആവശ്യമില്ല. ഈ ഒരൊറ്റ ഗ്രന്ഥം ഭഗവത്ഗീത മതി. കാരണം അത് എല്ലാ വേദസാഹിത്യങ്ങളുടെയും സാരസർവസ്വമാണ്. മാത്രവുമല്ല പ്രത്യേകിച്ച് പരമദിവ്യോത്തമ പുരുഷനാൽ ഉപദിഷ്ടവുമാണ്. അപ്പൊ ഇത് ഗീത എന്താ പറയുന്നത്? എല്ലാ വേദ സാഹിത്യങ്ങളുടെയും സാരമായതുകൊണ്ട് ഈ ഒരു ബുക്ക് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. കാരണം ബാക്കി എല്ലാ വേദങ്ങളും പഠിക്കുന്നതിന് അത് തുല്യമാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു വേദ ഗ്രന്ഥം പഠിച്ചാൽ തന്നെ നമ്മൾ എന്തുണ്ടാവും? എന്താണ് പ്രത്യേകിച്ചും കാരണം പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാൻ പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ? കൃഷ്ണൻ സ്വയം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോ നമ്മളെ സൃഷ്ടിച്ച ഭഗവാൻ നമ്മളോട് പറയാണ് നിങ്ങൾ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഇങ്ങനെയാണ് നിങ്ങളുടെ എന്താ പറയാ കഷ്ടങ്ങളെ തരണം ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ അത് ശരിയായിരിക്കും അല്ലെ? അത് പഠിച്ചാൽ പോരെ നമുക്ക് ജീവിക്കാനായിട്ട്? പിന്നെ വേറെ ഗ്രന്ഥങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഭാരതാമൃത സർവസ്വം വിഷ്ണു വക്രാതി വിനിസൃതം ഗീതാ ഗംഗോദകം പീത്വ പുനർജന്മാന വിദ്യതേ. അപ്പൊ ഇനി ഇവിടെ എന്താ പറയുന്നത്? ഒരു ഗംഗാജലം പാനം ചെയ്യുന്ന പോലെ ഒരു അമൃതമാണ്. അമൃതം പാനം ചെയ്താൽ എന്താ ഉണ്ടാവുക? നമ്മൾക്ക് പുനർജന്മം ഉണ്ടാവില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും അല്ലെ? ദേവന്മാര് അമൃതം പാനം ചെയ്ത കഥ. അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇമ്മോർട്ടാലിറ്റി, നമ്മൾ മരിക്കരുത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ഈ ഭഗവത്ഗീത നമ്മൾ പാരായണം ചെയ്താൽ ഭഗവാന്റെ അനുഗ്രഹം കിട്ടും. ആ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? ഈ ഭൗതിക ലോകത്തേക്ക് നമുക്ക് വീണ്ടും തിരിച്ചു വരേണ്ട ആവശ്യമില്ല. ഭഗവാന്റെ ലോകത്തിൽ തന്നെ ഇരിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഇതിനെ അമൃതം എന്ന് പറയുന്നത്. സർവോപനിഷിതോ ഗാവോ ദോക്ത ഗോപാലനന്ദനക പാർത്ഥോ വത്സ സുധീർഭോക്ത ദുക്തം ഗീതാമൃതം മഹത്. അപ്പൊ ഇവിടെ എന്താണ്? എല്ലാ ഉപനിഷത്തുകളുടെയും സാരാണ്. അതുകൊണ്ട് ഇതാരാണ്
ഇതിനെ കറക്കുന്നത്, ഇതിനെ ഒരു പശുവായിട്ടാണ് കരുതുന്നത് ഈ വേദങ്ങളെയെല്ലാം. അതിനെ കറക്കുകയാണ് ഭഗവാൻ. അതിനെ കറന്നു കിട്ടുന്ന അമൃതം എന്ന് പറയുന്നതാണ് ഭഗവത്ഗീത. അത് ആർക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ കറന്നത്? അർജുനന് വേണ്ടിയിട്ട്. പക്ഷെ ഒരു പശുവിനെ കറക്കുമ്പോൾ പാൽ ഒരാൾക്ക് വേണ്ടി മാത്രമല്ല അല്ലേ? അപ്പൊ അത് കുടിക്കുന്ന എല്ലാവർക്കും അത് അമൃതമാരി തോന്നും. അതുപോലെ തന്നെ ഈ ഭഗവത്ഗീത എന്ന് പറയുന്ന ആ പാല് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ഈ ലോകത്തിലുള്ള നമ്മളെ പോലുള്ള ഹതഭാഗ്യരായിട്ടുള്ള കഷ്ടപ്പാട് അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഭഗവാൻ അത് കറന്ന് നൽകിയത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഗീതോപനിഷത്ത്, ഭഗവത്ഗീത എല്ലാ ഉപനിഷത്തുകളുടെയും സാരമാണ്. അപ്പൊ ഗോപകുമാരൻ എന്ന് പ്രശസ്തനായ ഭഗവാൻ കൃഷ്ണൻ ആ പശുവിനെ കറക്കുന്നു. അപ്പൊ അർജുനന് വേണ്ടിയിട്ടാണ്. അതോടൊപ്പം എല്ലാ ഭക്തന്മാർക്കും അതിന്റെ ഫലം കിട്ടും. ഏകം ഏകം ശാസ്ത്രം ദേവകീ പുത്ര ഗീതം, ഏകോ ദേവോ ദേവകീ പുത്ര ഏവ, ഏകോ മന്ത്രസ്തസ്യ നാമാനി യാനി, കർമാപ്യേകം തസ്യ ദേവസ്യ സേവ. അപ്പൊ ഇവിടെ എന്താ അവസാനം എന്താണ് ശങ്കരാചാര്യർ പറയണേന്ന് നോക്കൂ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ശ്ലോകമാണ് കേട്ടോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ഇപ്പൊ കേൾക്കുന്നുണ്ട് മാതാജി, ഇടയ്ക്ക് പോയിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സോറി മാതാജി, ഐ ഹാവ് ടു ഷെയർ അഗെയിൻ. ഹരേ കൃഷ്ണ, 1 മിനിറ്റ് പ്ലീസ്. അപ്പോ ഇതാണ് ഭഗവത്ഗീത. അപ്പൊ ഒരേ ശാസ്ത്രം മാത്രമാണ് നമ്മൾ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. അത് ഭഗവാന്റെ ഇതാണ്. അതുപോലെ തന്നെ ഒരേ ഒരു മന്ത്രാണ് അത്. അതുപോലെ തന്നെ ഭഗവാനെ മാത്രം നമ്മൾ ഭജിച്ചാൽ മതി, വേറെ ആരെയും ഭജിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇവിടെ നമ്മളോട് പറയുന്നത്. 1 മിനിറ്റ് പ്ലീസ്. അപ്പൊ ഇതാണ് ഭഗവത്ഗീതയുടെ മഹാത്മ്യം എന്ന് പറയുന്നത്. അപ്പൊ ഭഗവത്ഗീത പഠിച്ചാൽ തന്നെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ അർത്ഥങ്ങളും സാർത്ഥകമാകും. പക്ഷെ എന്താണ്, വെറുതെ പഠിച്ചാൽ മാത്രം പോരാ. അത് എങ്ങനെ നമ്മൾ പ്രാവർത്തികമാക്കണം, അതിൽ എന്താണ് പറഞ്ഞു നമ്മൾക്ക് തരുന്നത് എന്നുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ സ്വീകരിക്കാനായിട്ട് നമ്മൾക്ക് സാധിക്കണം എന്നുള്ളതാണ് പറയുന്നത്. വീഡിയോ ഓഫായി മാതാജിയുടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ഓക്കെ മാതാജി, 1 മിനിറ്റ് പ്ലീസ്. വൺ സെക്കൻഡ് പ്ലീസ്. അപ്പൊ ഇതാണ് നമ്മുടെ ഗീതാ മഹാത്മ്യം പറയുന്നത്. ഓക്കെ അല്ലേ? ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ഗീതാ മഹാത്മ്യം. അപ്പൊ ഗീതാ മഹാത്മ്യത്തില് ഇതൊക്കെയാണ് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത ഇതിലെ ചാപ്റ്റർ തുടങ്ങാൻ പോവാണ്. എന്താണ്? ഭഗവത്ഗീത 1ാമത്തെ അധ്യായമാണ്. ഇതെന്ന് പറയുന്നത് അർജുന വിഷാദ യോഗമാണ് ഇവിടെ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ അർജുന വിഷാദ യോഗം എന്ന് പറഞ്ഞാൽ അർജുനന്റെ വിഷാദം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലേ, ദുഃഖം എന്നുള്ളതാണ്. അപ്പൊ അർജുനന് എന്താണ് ദുഃഖം? ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒരുപാട് പറയാനായിട്ട് സമയമില്ല, കുറച്ച് ലെങ്തി ക്ലാസ് ആയതുകൊണ്ട് കുറച്ച് ചുരുക്കി പറയാം കേട്ടോ. അപ്പൊ മഹാഭാരത യുദ്ധം എന്ന് പറയുന്നത് ദ്വാപര യുഗത്തിന്റെ അവസാനത്തിലാണ് നടന്നത്. അപ്പൊ ആ സമയത്ത് പാണ്ഡവരും, ഇത് ഒരു ഫാമിലി ഇതാണ്, ഡിസ്പ്യൂട്ടാണ്. അതായത് 2 വീടുകൾ തമ്മിലുള്ള ഒരു യുദ്ധമാണ് ശരിക്കും പറഞ്ഞാല് മഹാഭാരത യുദ്ധം എന്ന് പറയുന്നത്. പക്ഷെ അതില് ഈ ലോകത്ത് അന്നത്തെ ഭാരതം എന്ന് പറയുന്നത് ഈ മുഴുവൻ ലോകമാണ്, ഫുൾ വേൾഡ് ആണ്. അപ്പൊ അത് 2 ഭാഗമായിട്ട് നിന്നിട്ട് ചെയ്ത യുദ്ധമാണ് ഈ മഹാഭാരത യുദ്ധം എന്ന് പറയുന്നത്. അത് അപ്പോൾ ധൃതരാഷ്ട്രനാണ് ഇതിലത്തെ മെയിൻ ആള് വരുന്നത്. അപ്പൊ ധൃതരാഷ്ട്രരുടെ മക്കളാണ് കൗരവർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ അനിയനായിട്ടുള്ള പാണ്ഡുവിന്റെ മക്കളാണ് പാണ്ഡവർ എന്ന് പറയുന്നത്. അപ്പൊ ധൃതരാഷ്ട്ര അന്ധനായതുകൊണ്ട് അനിയനായ പാണ്ഡുവാണ് രാജ്യം ഭരിച്ചിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന് അകാല മൃത്യു വരികയാണ്.
വേഗം മരിക്കും. അപ്പൊ അന്ന് പാണ്ഡവര് കൊച്ചു കുട്ടികളാണ്. അപ്പൊ അതുകൊണ്ട് യുധിഷ്ഠിരന് രാജ്യം കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് യുധിഷ്ഠിരന് വേണ്ടിയിട്ട് ആരാണ് രാജ്യം ഭരിച്ചത്? അന്ധനായിട്ടുള്ള ധൃതരാഷ്ട്രൻ തന്നെയാണ് രാജ്യം ഭരിച്ചിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ആഗ്രഹം തന്റെ പുത്രനായിട്ടുള്ള ദുര്യോധനന് രാജ്യം കിട്ടണമെന്നായിരുന്നു. അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് ഇവരെ നശിപ്പിക്കാനായിട്ട്. അതൊന്നും എന്തായാലും വർക്കൗട്ട് ആവില്ല. അതിൽ നിന്നെല്ലാം സർവൈവ് ആയിട്ട് പാണ്ഡവര് വരും. അത് കഴിഞ്ഞ് അവർക്ക് പകുതി രാജ്യം കൊടുക്കേണ്ട ഒരു സമയമാണ് വരുന്നത്, അജ്ഞാതവാസമൊക്കെ കഴിഞ്ഞ് വന്നിട്ട്. അപ്പൊ ആ സമയത്ത് ഇവര് കൃഷ്ണൻ ദൂത് പോയി ചോദിക്കുന്നുണ്ട്, ഒരു 5 ഗ്രാമങ്ങളെങ്കിലും അവർക്ക് കൊടുക്കും, യുദ്ധമൊന്നും വേണ്ട, ഒരു 5 ഗ്രാമങ്ങൾ അവർക്ക് കൊടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 5 വീട് കൊടുത്താൽ മതി. പക്ഷെ ഒരു മുട്ടുസൂചിക്ക് പോലുള്ള സ്ഥലം പോലെ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു ആരുടെ? ധൃതരാഷ്ട്രന്റെയും ദുര്യോധനന്റെയും കാഴ്ചപ്പാട്, നിലപാട്. അപ്പോ അതുകൊണ്ട് ഒരു യുദ്ധം ആവശ്യമായിട്ട് വരികയാണ്. അപ്പൊ ശരിക്കും യുധിഷ്ഠിരന് അവകാശപ്പെട്ട രാജ്യമാണ്, അതിന് വേണ്ടിയിട്ടാണ് ഒരു യുദ്ധം ചെയ്യേണ്ടത്. അപ്പൊ അതിൽ ദുഃഖിക്കേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. അത് മാത്രവുമല്ല, ഇവര് ശരിക്കും ധർമ്മത്തിന് വിരുദ്ധമായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ അവരവര് ഈ പാണ്ഡവരെ നശിപ്പിക്കാനായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് പോലും ഇത് യുദ്ധം വേണ്ട എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് അർജുനൻ വരികയാണ്. അപ്പൊ അതെങ്ങനെയാണ് ആ ഒരു അവസ്ഥയിലേക്ക് വരുന്നത്? അതിന് ഭഗവാൻ എങ്ങനെയാണ് കൗൺസിലിംഗ്? ഇപ്പൊ നമ്മള് കൗൺസിലിംഗ് എപ്പോഴും വളരെ കോമൺ ആയിട്ട് നമ്മളുടെ ഈ ലോകത്ത് കിടക്കുന്ന ഒരു വാക്കല്ലേ കൗൺസിലിംഗ് എന്നുള്ളത്. അപ്പൊ ഏറ്റവും ആദ്യത്തെ കൗൺസിലിംഗ് മേ ബി ഭഗവാനായിരിക്കും ആർക്ക്? അർജുനന് വേണ്ടി ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇത് ആദ്യത്തെ ശ്ലോകം എന്താണ് പറയുന്നത് നോക്കാം. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവഃ മാമക പാണ്ഡവാശ്ചൈവ ഹിമകുർവത സഞ്ജയ. ധൃതരാഷ്ട്രർ പറഞ്ഞു, ഹേ സഞ്ജയ, പുണ്യസ്ഥലമായ കുരുക്ഷേത്രത്തിൽ യുദ്ധോത്സുകരായി ഒന്നിച്ചുകൂടിയ എന്റെ മക്കളും പാണ്ഡുപുത്രരും എന്തു ചെയ്തു? അപ്പൊ ഇവിടെ എന്താ ചോദിക്കുന്നത് ധൃതരാഷ്ട്രര്? ധർമ്മക്ഷേത്രമാണ്. ഇവിടെ എന്താണ് 2-3 കാര്യങ്ങളാണ് ഇതിൽ നോട്ട് ചെയ്യേണ്ടത്. കുരുക്ഷേത്രം എന്ന് പറയുന്ന ഒരു ധർമ്മക്ഷേത്രമാണ്. അപ്പൊ അവിടെ ധർമ്മത്തിനാണ് ജയിക്കാനുള്ള സാധ്യത. ധർമ്മക്ഷേത്രം എന്ന് പറഞ്ഞാല് ഒരുപാട് കാലങ്ങളായിട്ട് ആരാണ്? മുനിമാരും ശ്രേഷ്ഠരായിട്ടുള്ള ആൾക്കാരും ദേവന്മാർ പോലും യാഗങ്ങളും യജ്ഞങ്ങളും പൂജകളും നടത്തിയിരുന്ന ഒരു സ്ഥലമാണ് ധർമ്മക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്താണ് യുദ്ധം നടക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു എന്താ പറയുക, സ്വാധീനം ഉണ്ടാവും അവിടെ. അതിന്റെ സമവേദായുത്സവം. അപ്പൊ ഇവിടെ എന്താണ് ചോദിക്കുന്നത് ധൃതരാഷ്ട്രര്? മാമക പാണ്ഡവ ചെയ്ത, എന്റെ പുത്രന്മാരും പാണ്ഡവരും എന്ത് ചെയ്തു? ശരിക്കും പറഞ്ഞാല് പാണ്ഡവരും കൗരവന്മാരും ഒരേ ഫാമിലിയാണ് അല്ലെ, ചേട്ടന്റെയും അനിയന്റെയും മക്കളാണ്. പക്ഷെ ഇവിടെ എന്താണ് ധൃതരാഷ്ട്രർ ചെയ്യുന്നത്? അവരെ രണ്ടുപേരും തിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഫാമിലി എന്താണ്, എന്റെ മക്കൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഒരു ഫാമിലി, പാണ്ഡവർ വേറെ ഫാമിലി മാറി എന്നുള്ളതാണ് ധൃതരാഷ്ട്രർ ഇവിടെ പറയുന്നത്. തെറ്റാണല്ലേ? ഒരു രാജാവ് എന്നുള്ള നിലയിൽ നോക്കിക്കഴിഞ്ഞാൽ കൂടി അവരങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ വേർതിരിവ് കാണിക്കാൻ പാടില്ല, എല്ലാവരും ഒരേമാതിരി കാണണം അല്ലേ? അതുപോലെ തന്നെ വലിയച്ഛനാണ്. അപ്പോ അനിയൻ മരിച്ചിട്ടാണ് കുട്ടികൾ വന്നത്. അപ്പൊ അവരെങ്ങനെ സ്വന്തം മക്കളെ പോലെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. പക്ഷെ ധൃതരാഷ്ട്രർക്ക് അതിന് സാധിക്കുന്നില്ല. എന്താ കാരണം? അറ്റാച്ച്മെന്റ്. ഇവിടെയാണ് എഫെക്ഷനും അറ്റാച്ച്മെന്റും എന്നുള്ള വ്യത്യാസം നമ്മൾക്ക് അറിയാം. എഫെക്ഷൻ എന്ന് പറയുന്നത് നമ്മളെ പാശം എന്ന് പറയുന്നത് എന്താണ്? സ്നേഹം എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്നേഹമുള്ള അച്ഛൻ എന്താ ചെയ്യുക മക്കൾക്ക് വേണ്ടിയിട്ട്? അവരുടെ നല്ലതിന് വേണ്ടി ശ്രമിക്കും. ഇപ്പൊ ഒരു ചെറിയ കുട്ടി കരയാണ്, നല്ല കോൾഡാണ്, പനിയാണ്, അപ്പൊ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ ഏതെങ്കിലും അച്ഛനമ്മയും ഐസ്ക്രീം വാങ്ങി കൊടുക്കുമോ ആ കുട്ടിക്ക്? ഇല്ല. എന്താ കാരണം? എത്ര കരഞ്ഞാലും കുഴപ്പമില്ല, അത് ഇതിനേക്കാളും കൂടും. ഇനി ഏത് അവസ്ഥയിലാണ് പോവാന്ന് പറയാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ കുട്ടിയുടെ ഹെൽത്തിനെയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക അല്ലെ? പക്ഷെ അങ്ങനെയല്ല നിൽക്കും. ഇപ്പൊ നമ്മൾ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്, ആരെങ്കിലും നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? അവര് പറയണം. അപ്പൊ കുട്ടി പലരോട് പറയും, അയ്യോ എനിക്ക് വാങ്ങിത്തരൂ എന്ന് പറയുമ്പോൾ മേ ബി അവര് വേണമെങ്കിൽ വാങ്ങിച്ചു കൊടുക്കാം അല്ലെ? അപ്പൊ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ അന്ധമായിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ അമ്മയ്ക്ക് തോന്നാണ്, അയ്യോ കരഞ്ഞു എന്താ ശ്വാസം മുട്ടണ മാതിരിയായിട്ടുണ്ട്, ഞാൻ എന്തായാലും ഐസ്ക്രീം വാങ്ങി കൊടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് വാങ്ങി കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് കുട്ടിയുടെ നല്ലതിനാണോ ചീത്തയ്ക്കാണോ? ചീത്തയ്ക്കാണല്ലേ? ആ ഒരു അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് അത് നെഗറ്റീവ് എഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതുപോലെയാണ് ഇവിടെ ധൃതരാഷ്ട്രർ. അന്ധമായിട്ടുള്ള ഒരു പുത്രസ്നേഹമാണ് ഇവിടെ ധൃതരാഷ്ട്രർ കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ ആയതുകൊണ്ടാണ് ഈ യുദ്ധം തന്നെ നടക്കാൻ കാരണം അല്ലെ? അപ്പൊ അത് തന്നെ ധൃതരാഷ്ട്രർ ദുര്യോധനോട് പറയാണ്, ഇല്ല, അത് യുധിഷ്ഠിരന് അവകാശപ്പെട്ടതാണ്, അത് കാരണം കുറച്ചെങ്കിലും അവർക്ക് എന്തെങ്കിലും കൊടുക്കണം, നമ്മൾക്ക് യുദ്ധം വേണ്ട, നമ്മളൊരു ഫാമിലിയാണ്, എല്ലാവരും സന്തോഷമായിട്ട് സൗഹാർദ്ദമായിട്ട് ഇരിക്കണം എന്ന് ധൃതരാഷ്ട്രർ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കുരുക്ഷേത്ര യുദ്ധം നടന്നിട്ടുണ്ടാവില്ല അല്ലെ? അപ്പൊ ഇവിടെ ആ ഒരു എന്താ പറയാ, ആ മനസ്സിന്റെ കണ്ണുകളുടെ അന്ധത പോലെയുള്ള ആ ധൃതരാഷ്ട്രരുടെ മനസ്സിന്റെ അന്ധത കൂടിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ എന്താണ് ആദ്യം തന്നെ തെറ്റ് ചെയ്തത്? രണ്ട് ഫാമിലി ആയിട്ടാണ് കാണുന്നത്. അത് തെറ്റാണ്.
അതുപോലെ തന്നെ ഒരു രാജാവ് എന്നുള്ള നിലയിൽ ധൃതരാഷ്ട്രൻ എങ്ങനെയാണ് പെരുമാറേണ്ടിയിരുന്നത്? എല്ലാവർക്കും സമവർത്തിത്വം കൊടുക്കണം അല്ലെ? അപ്പൊ തെറ്റ് ശരി എന്നുള്ളത് ഇപ്പൊ തന്റെ ഫാമിലിയിലത്തെ ഒരു കാര്യത്തിനെ അവർക്ക് വന്നിട്ട് തെറ്റും ശരിയും തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ ജനതയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു രാജാവ് എന്താണ് ചെയ്യേണ്ടാവുക എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അവിടെയാണ് മനസ്സിലാക്കേണ്ടത് ധൃതരാഷ്ട്രരുടെ ആ ഒരു കപട ബുദ്ധി എന്ന് പറയുന്നത്. ഇനി പശ്യേതാം പാണ്ഡുപുത്രാണാം ആചാര്യമഹതീം ചമം വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേന ധീമത. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? അല്ലയോ ആചാര്യ, അങ്ങയുടെ ശിഷ്യനും ബുദ്ധിശാലിയുമായ ദ്രുപദപുത്രൻ ഒരുക്കി നിർത്തിയിട്ടുള്ള ഈ മഹത്തായ പാണ്ഡവ സൈന്യത്തെ ഒന്ന് നോക്കൂ. അപ്പൊ നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യാമോ? ഇപ്പൊ ഇതൊരു കുരുക്ഷേത്ര യുദ്ധക്കളമാണ്. അപ്പൊ ഇവര് ആരാണ് ധൃതരാഷ്ട്രരോട്? സഞ്ജയനോടാണ് ചോദിക്കുന്നത്. അപ്പൊ ഈ സഞ്ജയൻ എന്ന് പറയുന്നത് ആരാണ്? ധൃതരാഷ്ട്രരുടെ മന്ത്രിയാണ്. അപ്പൊ സഞ്ജയൻ എന്ന് പറയുന്നത് വ്യാസദേവരുടെ ശിഷ്യനാണ്. അപ്പൊ സഞ്ജയന് വന്നു കഴിഞ്ഞിട്ട് ദിവ്യദൃഷ്ടി കൊടുത്തിട്ടുണ്ട് വ്യാസദേവൻ. അതുകൊണ്ട് ഈ കൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ ഇവിടെ ഒരു യുദ്ധക്കളത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു ലൈവ് ടെലികാസ്റ്റ് ആയിട്ട് കാണാനായിട്ട് ആർക്ക് സാധിക്കും? സഞ്ജയന് സാധിക്കും. അപ്പൊ ആലോചിച്ച് നോക്കണം, നമ്മൾ ഓരോന്നും നമ്മൾ വിചാരിക്കുന്നതാണ് നമ്മൾ ഉണ്ടാക്കിയതാണ്, ഓരോരുത്തർ കണ്ടുപിടിച്ചതാണ് എന്നാണ്. നമ്മൾ ഓരോന്നും എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പുരാണത്തിൽ കാണാൻ സാധിക്കും അല്ലെ? പുഷ്പക വിമാനം അന്നത്തെ ആൾക്കാരും ഓടിച്ചിരുന്നു അല്ലെ? നമ്മൾ എന്താ പറയുന്നത്? റൈറ്റ് സഹോദരന്മാരാണ് വിമാനം കണ്ടുപിടിച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അപ്പോഴും എന്താണ്, അന്നും ലൈവ് ടെലികാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ സഞ്ജയൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അതുകൊണ്ടല്ലേ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അങ്ങനെ രണ്ട് കൂട്ടരും രണ്ട് സൈഡിൽ വന്ന് നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു സൈഡിൽ മുഴുവൻ കൗരവ സൈന്യമാണ്, ദുര്യോധനൻ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഈ സൈഡില് ആരാണ്? അർജുനനും ആരാണ്? കൃഷ്ണനും ഒക്കെ തേരിലുണ്ട്. അപ്പൊ ആ ഒരു അവസ്ഥയിലാണ് ചോദ്യോത്തരങ്ങൾ നടക്കുന്നത്. അപ്പൊ ദുര്യോധനൻ എന്താ ചെയ്യുന്നത്? അപ്പൊ എന്താണ് ധൃതരാഷ്ട്രൻ ചോദിച്ചത്? അവരെന്താണ് അവിടെ യുദ്ധക്കളത്തിൽ ചെയ്തതെന്നാണ് ചോദിച്ചത്. അപ്പൊ ആ യുദ്ധക്കളത്തിൽ ചെയ്ത കാര്യങ്ങള് അടുത്ത ലെവൽ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി വിസ്തരിച്ച് പറയാൻ ക്ലാസ് പറയും. അതൊക്കെ ഡീപ്പായിട്ട് പോകും. ഞാനത് ജസ്റ്റ് തൊട്ട് പോകണേ ഉള്ളൂ, കാരണം അല്ലെങ്കിൽ നമ്മൾക്ക് ഇന്ന് ക്ലാസ് അവസാനിപ്പിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോ അതുകൊണ്ട് അപ്പൊ എന്താണ് അവിടെ ചെയ്തതെന്നാണ് ധൃതരാഷ്ട്രൻ ചോദിക്കുന്നത് അല്ലെ? അപ്പൊ എന്തുകൊണ്ടാണ് ധൃതരാഷ്ട്രൻ അങ്ങനെ ചോദിക്കാൻ കാരണം? ധൃതരാഷ്ട്രക്ക് ഒരു പേടിയുണ്ട്. അവര് അപ്പൊ ഈ ഒരു ധർമ്മക്ഷേത്രത്തിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് അവർ യുദ്ധം ചെയ്തില്ലെങ്കിലോ, ഇൻ കേസ് അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ, ഇപ്പൊ ഏകദേശം കുറച്ച് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ തന്നെയാണ് ഈ ചോദ്യം ധൃതരാഷ്ട്രൻ ചോദിക്കുന്നത്. ഇതൊരു ഫ്ലാഷ് ബാക്ക് മാതിരിയാണ് ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോ എന്തുകൊണ്ടാണ്, എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് അറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ട്. അപ്പൊ ധൃതരാഷ്ട്ര ഉള്ളിൽ തന്നെ ഒരു പേടിയുണ്ട്. കാരണം ധർമ്മം പാണ്ഡവരുടെ ഭാഗത്തായതുകൊണ്ട് തന്റെ മക്കള് തോൽക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് ഒരു പേടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ചോദിക്കുന്നത് ഈ കാര്യങ്ങള്. അപ്പൊ അവിടെ എന്താണ് ആ പിക്ചർ ഇപ്പൊ ലൈവ് ആയിട്ട് പറയാണ് അവിടെ എന്തൊക്കെ നടന്നു എന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ് സഞ്ജയൻ. അപ്പൊ സഞ്ജയൻ പറയാണ് ദുര്യോധനൻ ദ്രോണരെ അടുത്ത്, അപ്പൊ ഇങ്ങനെ യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് ദ്രോണരെ അടുത്ത് വന്നിട്ട്, ദ്രോണരാണ് അവരുടെ ലീഡർ, ഭീഷ്മരാണ് നയിക്കുന്നത്. പക്ഷെ ദ്രോണരാണ് ഇവരെ പഠിപ്പിച്ച ആ ഒരു ലെവലിലുള്ളത് അല്ലെ? അപ്പൊ അദ്ദേഹമാണ് ഭീഷ്മരെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ്രോണരാണുള്ളത്. അപ്പൊ ദ്രോണരാചാര്യരുടെ അടുത്ത് നിന്ന് കഴിഞ്ഞിട്ട് ദുര്യോധനൻ പറയാണ്, എന്താണ് പറയുന്നത്? നിങ്ങൾ നോക്കൂ, ഒരു കുറ്റപ്പെടുത്തലോട് കൂടിയിട്ടാണ് പറയുന്നത്. അപ്പുറത്ത് കണ്ടു, ധൃഷ്ടദ്യുമ്നനാണ്, നിങ്ങളുടെ ശിഷ്യനായിട്ടുള്ള ധൃഷ്ടദ്യുമ്നനാണ് അവിടെ ഇത് രചിച്ചിട്ടുള്ളത്. അപ്പോ അത് എത്ര നന്നായിട്ടാണ് അവർ ആ വ്യൂഹം രചിച്ചിട്ടുള്ളത് നോക്കൂ. അശൗഹിണി, അവര് 7 അശോകനെയാണ് പാണ്ഡവരുടെ സൈഡിൽ ഉണ്ടാവുക. അപ്പൊ എത്ര മനോഹരമായിട്ടാണ് അവര് അത് ചെയ്തിട്ടുള്ളത് നോക്കൂ. നിങ്ങളാണ് പഠിപ്പിച്ചത്. അപ്പൊ അതിന്റെ ഉള്ളിൽ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ദ്രോണരും ദ്രുപദരും എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും സഹപാഠികളായിരുന്നു ഗുരുകുലത്തില്. ദ്രുപദൻ രാജാവാണ്, ദ്രോണർ വന്നിട്ട് ബ്രാഹ്മണനാണ്. അപ്പൊ ദ്രോണർ എന്ന് പറഞ്ഞാൽ ഒരു കുശാഗ്ര ബുദ്ധിയാണ്, അതീവ സമർത്ഥനാണ് എല്ലാ കാര്യങ്ങളിലും. അപ്പൊ ദ്രുപദൻ കുറച്ച് ഡിപ്പെൻഡന്റ് ആയ മാതിരി അറിയുന്നത് ദ്രോണന്റെ അടുത്ത്. അപ്പൊ അന്ന് ദ്രുപദനെ പ്രോമിസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ബ്രാഹ്മണനാണെങ്കിൽ നിങ്ങൾ ദരിദ്രനാണല്ലോ, ഞാൻ രാജാവാകുമ്പോൾ ഒരു പകുതി രാജ്യം നിങ്ങൾക്ക് തരാമെന്ന്. പക്ഷെ അത് കൊടുക്കില്ല ദ്രുപദൻ. അങ്ങനെ ഒരു ഡിസ്പ്യൂട്ട് വരും അവർ തമ്മിൽ. അത് കഴിഞ്ഞിട്ട് ഇവര് എന്താണ് ദ്രുപദരെ എന്താ ചെയ്യണേ, അല്ല ദ്രോണരെ എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്റെ ശിഷ്യർക്ക് ഇത് വിദ്യ പറഞ്ഞു കൊടുത്ത് അവരെ സഹായത്തോട് കൂടിയിട്ട് ദ്രുപദന്റെ രാജ്യം പിടിച്ചടക്കുകയാണ് ചെയ്യുന്നത്, പിടിക്കും. അപ്പൊ അങ്ങനെ ആ ഒരു അങ്ങനത്തെ ഒരു സംഭവം നടക്കുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിലൊരു വഴക്ക് വരുന്ന കാരണം കൊണ്ട് ദ്രുപദൻ വന്നു കഴിഞ്ഞിട്ട് യാഗം ചെയ്ത് ആ യാഗത്തിൽ നിന്ന് കിട്ടുന്ന മകനാണ് ദ്രോണനെ കൊല്ലാനായിട്ടാണ് ധൃഷ്ടദ്യുമ്നൻ ആക്ച്വലി ജനിക്കുന്നത്. അപ്പൊ ഇത് ദ്രോണർക്കും അറിയാം. അത് അറിഞ്ഞിട്ട് കൂടി ഒരു ബ്രാഹ്മണൻ എന്നുള്ള ലെവലില്
ഫുൾ വിദ്യ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതാണ് ഒരു ബ്രാഹ്മണ മഹത്വം, ബ്രാഹ്മണ ക്വാളിറ്റി എന്ന് പറയുന്നത്. ദ്രോണർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെ കുറ്റപ്പെടുത്തിയിട്ടാണ് പറയുന്നത്, നിങ്ങളെ കൊല്ലുന്നറിയാം, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത്ര നന്നായിട്ട് പറഞ്ഞു കൊടുത്തില്ലേ, അപ്പൊ അതിന്റെ ഫലമാണ് ഇപ്പൊ നിങ്ങൾ ഈ സൈഡിൽ നിൽക്കുന്നു, അവിടെ കണ്ടോ അവരത്ര ഇനിയും, അപ്പൊ ഇനി ഇങ്ങനത്തെ വിഡിത്തങ്ങളൊന്നും ചെയ്യരുത് ഒരു വാണിംഗ് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്, അതുപോലെ നമ്മളുടെ സൈന്യം വന്നിട്ട് പര്യാപ്തമല്ല, അവർ സൈന്യം പര്യാപ്തമാണ്. അപ്പൊ അത് ഭീഷ്മദേവർക്ക് കൊടുക്കുന്ന ഒരു വാണിംഗ് കൂടിയാണത്. അപ്പോ ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ, ഒരു യുദ്ധം ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ കൂടി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു ജനങ്ങളുടെ അനുഗ്രഹം വാങ്ങിയിട്ട് വേണം യുദ്ധം ചെയ്യാനായിട്ട്, അല്ലേ? ചെയ്യുന്നത് അതേ ഒരു ദുര്യോധനന്റെ സൈഡിൽ ഒരു ബാഡ് മാർക്കാണ് എന്ന് പറയുന്നത്. ഒരു എന്ത് കാര്യം ചെയ്യുമ്പോൾ ഒരു ഗുരുവിന്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ, ഭഗവാൻ അനുഗ്രഹം ഇല്ലെങ്കിൽ അത് സക്സസ് ആവാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഇനി പാഞ്ചജന്യം ഋഷികേശോ ദേവദത്തം ധനഞ്ജയ പൗണ്ട്രം ദത്മോ മഹാശബ്ദം ഭീമകർമ്മ വൃഗോദര. ഇവിടെ എന്താ പറയുന്നത്, കൃഷ്ണഭഗവാൻ പാഞ്ചജന്യം എന്ന ശംഖമൂതി. അപ്പൊ കൃഷ്ണഭഗവാന്റെ ശംഖം എന്ന് പറയുന്നത് പാഞ്ചജന്യാണ്. അതുപോലെ അർജുനന്റെ ദേവദത്തം. ഇനി എന്താണ്, ഭീമൻ പൗണ്ഡ്രം. അപ്പൊ ഇതില് ഓരോരുത്തരും ഊതിയ ഇതിന്റെ ശംഖുകളുടെ പേരുകളാണ് കൊടുക്കുന്നത്. അത് ഞാൻ വായിക്കുന്നില്ല, അപ്പോ നിങ്ങൾ അത് വായിച്ചാൽ മതി. പിന്നെ ബുക്കിൽ നോക്കി കഴിഞ്ഞാൽ കിട്ടും. അല്ല പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. അപ്പൊ ഇവിടെ എന്താ പറയുന്നത് എന്നുണ്ടെങ്കിൽ, ഈ യുധിഷ്ഠിര ആനന്ദവിജയം എന്നുള്ള ശംഖു ഊതി, അതുപോലെ ഓരോരുത്തരും ഇങ്ങനെ ഈ ശംഖു ഊതി കഴിഞ്ഞപ്പോ ഇവരുടെയൊക്കെ ഒരു എന്താ പറയാ, ഡിവൈൻ എന്നുള്ള പറയാ, എന്താ ആത്മീയ ലോകവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇവരെ എല്ലാ കാര്യങ്ങളും ഉള്ളത്, ഈ പാണ്ഡവന്മാരെയൊക്കെ. അപ്പൊ അവരുടെ ശംഖുകളും അത്രയും ദിവ്യമാണ്, ശ്രേഷ്ഠമാണ്, ദിവ്യമായിട്ടുള്ള ശംഖുകളാണ് അവരുടെ കയ്യിലുള്ളത്. അപ്പൊ അത് ഊതി കഴിഞ്ഞു കഴിഞ്ഞപ്പോ എന്താണ് ഇവരുടെ മനസ്സില് എന്താ പറയണത്, സഘോഷാധാർത്ഥരാഷ്ട്രാണം ഹൃദയാനി വ്യദായത് നഭശ്ച പൃഥിവീം ചൈവ തുമൂലോ അഭ്യനുദാദയൻ. അപ്പൊ ഈ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോ ദുര്യോധനന്റെയും കൗരവപക്ഷത്തുള്ള ഓരോരുത്തരുടെയും മനസ്സിൽ ഒരു പേടി വന്നു എന്നാണ് പറയുന്നത്. ഒന്ന് ആളി എന്ന് പറയില്ല, മനസ്സൊന്നാളി എന്ന് പറയില്ല, പെട്ടെന്ന് ഒരു ശബ്ദം കേൾക്കുമ്പോൾ ഒരു പേടി വന്നു. എന്തുകൊണ്ടാണ്? എന്നാൽ അവരുടെ ശംഖനാദം കേട്ടപ്പോ പാണ്ഡവരുടെ പക്ഷത്തിൽ അങ്ങനത്തെ ഒരു ഇത് വന്നിട്ടില്ല. എന്താ കാരണം? തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആലോചിച്ച് നോക്കിക്കോളൂ, എന്ത് ഇതും നമ്മൾ ഒരു തെറ്റ് ചെയ്താണെങ്കിൽ നമുക്ക് അതറിയാൻ നമ്മൾ തെറ്റാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ അത് നമ്മളിങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഭഗവാന്റെ ഒരു ശബ്ദം എന്ന് നമ്മൾ പറയുന്നത്, ഉള്ളിൽ നിന്ന് വരുന്ന മനസ്സാക്ഷി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ അപ്പൊ അവർക്ക് ഉള്ളിൽ തന്നെ ഒരു പേടിയാണ്. എത്ര വലിയ സൈന്യമാണെങ്കിലും നമ്മളെ എത്രയും എന്താണ് ബലവാന്മാരാണെന്നുണ്ടെങ്കിലും നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ ഉള്ളിൽ നിന്ന് ഒരു പേടി വരും. എന്താണ് പറയും, നമ്മൾ തോൽക്കോ, കാരണം നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അവരുടെ ഉള്ളിൽ ആ ഒരു ഇതുണ്ട്. അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ദിവ്യമായിട്ടുള്ള ആ ശംഖുകളുടെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോ അവരെ ഹൃദയം പിളർന്നു എന്നാണ് പറയുന്നത്. കണ്ടു? അപ്പൊ അത് തന്നെ, അപ്പൊ യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ തന്നെ ആദ്യം തന്നെ ഒരു പേടി വന്നു. ഇപ്പോ നമ്മളൊരു മല കയറാൻ നിൽക്കുക, ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള ഒരു മലയാണ്, അതിന്റെ താഴെ നിന്നിട്ട് നമ്മൾ കയറണം എന്ന് വിചാരിക്കണം. അപ്പൊ നമ്മൾ നോക്കാണ് മേലേക്ക്, അത്രയും സ്റ്റീപ്പാണ്, നമ്മളൊരു കാലെടുത്ത് വെക്കാൻ നമുക്ക് പേടി വരും അല്ലേ? അപ്പൊ അത്തരം ഒരു ഭയം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ യുദ്ധം കറക്റ്റ് ആയിട്ട് നടക്കും തോന്നുന്നുണ്ടോ? അപ്പൊ അതുമാതിരത്തെ ഒരു ഭയമാണ് അവർക്ക് ഉള്ളിൽ വന്നത്. സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയമേച്യുത യാവദേതാൻ നിരീക്ഷേഹം യോധുകാമ നവസ്ഥിതാൻ കൈർമയാ സഹയോധവ്യ അസ്മിൻ രണസമുദ്യമേ. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? അപ്പൊ ഭഗവാനോട് അർജുനൻ പറയാണ്. അപ്പൊ അർജുനന്റെ സൈഡാണെങ്കിൽ നമ്മൾ പറയുന്നത്, ഇതുവരെ ദുര്യോധനന്റെ സൈഡാണ് പറഞ്ഞത്. അർജുനൻ പറയാണ് എന്തെന്ന്, കൃഷ്ണനോട് പറയാണ്, അല്ലയോ അച്യുതൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും തെറ്റ് പറ്റാത്തവൻ എന്നുള്ളതാണ്, ഒരിക്കലും താഴെ വീഴാത്തവൻ. അതുപോലെ തന്നെ ഈ ഭൗതികമായിട്ടുള്ള നമ്മളുടെ എല്ലാ വികാരങ്ങളിൽ നിന്നും മേലെയുള്ള ആള്, ഏത് തെറ്റുകളും ചെയ്യാത്ത ഒരാള് എന്നുള്ളതാണ് ഭഗവാൻ. അതുപോലെ തന്നെ എല്ലാത്തിന്റെയും ഉടമ എന്ന് കൂടി നമ്മൾക്ക് ഇവിടെ പറയാം. അപ്പൊ അങ്ങനത്തെ ആ ഭഗവാനോട് പറയുകയാണ് എന്തെന്ന്, ഈ തേരൊന്ന് നിന്റെ മധ്യത്തിൽ കൊണ്ടു നിർത്തൂ, എനിക്ക് ആരൊക്കെയാണ് യുദ്ധം ചെയ്യണത് എന്നുള്ളതൊന്ന് കാണണമെന്ന് അർജുനൻ പറയുകയാണ്. അപ്പൊ അത് കണ്ടപ്പോ അവിടെ ആരാണ് മുമ്പിൽ നിൽക്കുന്നത്? ഭീഷ്മരാണ് അല്ലെ, പിതാമഹനാണ്. അതുപോലെ തന്നെ ആചാര്യനാണ് ദ്രോണർ. അതുപോലെ തന്നെ മാതുല, എന്താണ് അമ്മാവന്മാരെയൊക്കെ സ്ഥാനത്തുള്ള ഒരുപാട് ആൾക്കാരാണ് മുമ്പിൽ, വയസ്സായ ആൾക്കാരാണ് നിൽക്കുന്നത് അല്ലെ, അത്രയും മഹാരഥികളായിട്ടുള്ള ആൾക്കാരാണ്. അവരെ കാണുമ്പോൾ എന്താണ് അർജുന് തോന്നുന്നത്? എന്റെ ശരീരം വിറയ്ക്കുകയും രോമാഞ്ചം ഉണ്ടാവുകയും ചെയ്യുന്നു, എന്റെ വില്ല് ഗാണ്ഡീവം കയ്യിൽ നിന്ന് വഴുതുന്നു, തൊലി ചുട്ടു നീറുന്നു. അപ്പൊ എന്താണ് അർജുനൻ പറയുന്നത്? എന്റെ ശരീരം വിറയ്ക്കുകയാണ്, എനിക്കൊന്നും തിങ്ക് ചെയ്യാൻ പറ്റില്ല, എനിക്കൊന്നും ചിന്തിക്കാൻ പറ്റണില്ല. എന്റെ എന്താണ് ദേഹമൊക്കെ വിറച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ എന്റെ രോമൊക്കെ അങ്ങനെ എഴുന്നേറ്റ് നിൽക്കണ മാതിരിയാണുള്ളത്, ഉള്ളിൽ ഒരു കുളിര് വരികയെന്ന് പറയില്ലേ, അങ്ങനെയൊക്കെ എനിക്ക് തോന്നുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. അറിയാതെ ഗാണ്ഡീവം കയ്യിൽ നിന്ന് താഴെ പോവുകയാണ് ചെയ്യുന്നത്.
പിന്നെന്താ പറയുന്നത്? ന ശക്നോമ്യവസ്ഥാതും ഭ്രമതീവ ച മേമന നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ. അപ്പൊ എനിക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. എന്റെ തല ചുറ്റാണ്. തല ചുറ്റി കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റില്ല അല്ലെ? അപ്പോ എനിക്ക് എല്ലാം ചീത്ത ലക്ഷണങ്ങളാണ് കാണുന്നത് എന്ന് പറയാണ്. എന്തൊക്കെ ചീത്ത ലക്ഷണങ്ങളാണ് കാണുന്നത് എന്നുള്ളതാണ് പറയണത്. അപ്പൊ ഇനി അർജുനന്റെ വിഷാദത്താണ് മെയിൻ ആയിട്ടുള്ളത് ഈ ചാപ്റ്ററിൽ. അർജുനന്റെ വിഷാദങ്ങൾക്ക് എന്തൊക്കെയാണ് കാരണങ്ങൾ? അപ്പൊ അർജുനന്റെ മൃദുല ഹൃദയത്വം, അതായത് ഇതിന്റെ എക്സ്പ്ലനേഷൻ പിന്നിലത്തെ ശ്ലോകങ്ങൾ വരും, നോട്ട് ചെയ്തോളൂ. 1:28. ഇനി ഭൗതിക സുഖാനുഭവങ്ങൾ ഉണ്ടാവില്ല, എനിക്ക് പാപം കിട്ടും, അതുപോലെ കുടുംബ പാരമ്പര്യം നശിക്കും. ഇനി എനിക്ക് അവസാനം എന്താ പറയുന്നത്, എനിക്ക് എന്താണെന്ന് തീരുമാനിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെയാണ്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഈ ചോദ്യം വരാം കേട്ടോ, നോട്ട് ചെയ്തോളൂ. അപ്പോ ഇനി അർജുന ഉവാച ദൃഷ്ടേമം സ്വജനം കൃഷ്ണായുത്സം സമുപസ്ഥിതം സീതന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി. അർജുനൻ പറഞ്ഞു, യുദ്ധത്തിന് ഒരുങ്ങി വന്നിട്ടുള്ള ഈ ബന്ധുമിത്രാദികളെ കണ്ടിട്ട് എന്റെ അവയവങ്ങൾ തളരുന്നു, മുഖം വരളുന്നു. അപ്പൊ എന്താ പറയുന്നത്? ദൃഷ്ടേമം സ്വജനം കൃഷ്ണ, എല്ലാം എന്റെ ആൾക്കാരാണ്, എന്റെ ബന്ധുക്കളാണ്, ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ആൾക്കാരാണ് എന്റെ മുമ്പിലുള്ളത്. അവരാണ് എന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. അവരെ കണ്ടിട്ട് എന്റെ അവയവങ്ങൾ തളരുകയാണ്. അപ്പൊ എന്താണ് പറയുന്നത്? ഇവരോടൊക്കെ എങ്ങനെയാണ് ഞാൻ യുദ്ധം ചെയ്യണത്? അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യണത് എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം അർജുനന്. രാജ്യത്തിന് വേണ്ടിയിട്ട്, ഭൗതികമായിട്ടുള്ള ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് അത്രയും എനിക്ക് പ്രിയപ്പെട്ടവരായിട്ടുള്ള ഇത്രയും ആൾക്കാരെ ഞാൻ കൊല്ലണം. അപ്പൊ അത് ശരിയാണോ എന്നുള്ള ഒരു സങ്കടം വരെയാണ്. ഇവരൊക്കെ എത്രയും സ്നേഹിച്ച ആൾക്കാരെ എങ്ങനെയാണ്, നമ്മൾക്കായാലും ശരിയാണല്ലേ, ഒരു അച്ഛനെയും അമ്മയൊക്കെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ഒരാള് അമ്മയെ പോയി ഒരു അടി കൊടുക്കുന്ന പറഞ്ഞാൽ ആരെങ്കിലും ചെയ്യോ? കഷ്ടാണ്. അപ്പൊ ഒരു അടിക്കാനായിട്ട് കൈ ഉയർത്താൻ പോലും നമ്മൾക്ക് കഷ്ടമാണെന്നുണ്ടെങ്കിൽ അർജുനന്റെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. അവരോട് യുദ്ധം ചെയ്ത് അവരെ കൊല്ലാനാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ അർജുനൻ എന്ന് പറയുന്നത് അത്രയും എന്താ പറയാ, ഒരു നല്ലൊരു ഭക്തനാണ് അല്ലെ. അപ്പൊ എല്ലാവരോടും സ്നേഹമുള്ള ഒരാളാണ്. അപ്പൊ അവർക്ക് അത് ആലോചിക്കാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ആദ്യത്തെ കാരണം എന്താണ്? മൃദുല ഹൃദയത്വം. ഇനി ശ്രേയോ അനുപശ്യാമി ഹത്വാസജനമാഹവേ ന കാംക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനി ച. ബന്ധുക്കളെ യുദ്ധത്തിൽ കൊല്ലുന്നത് കൊണ്ട് എങ്ങനെ എന്ത് ഗുണമുണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കൃഷ്ണ, എനിക്ക് വിജയം ആവശ്യമില്ല, രാജ്യമാവട്ടെ സുഖമാവട്ടെ എനിക്ക് വേണ്ട. അവിടെ എന്താ പറയുന്നത്? നജ ശ്രേയോ അനുപശ്യാമി. അപ്പൊ ഈ യുദ്ധത്തില് ഈ ബന്ധുക്കളെ മുഴുവൻ കൊന്നു കഴിഞ്ഞിട്ടാണ് എന്ത് കിട്ടാൻ പോണത്? രാജ്യം കിട്ടണത്. അപ്പൊ ഈ രാജ്യം കിട്ടിക്കഴിയുമ്പോ ഈ ബന്ധുക്കൾ ആരും ഇല്ല. അപ്പൊ ആരും ഇല്ലാത്ത ഒരു രാജ്യത്തിൽ എന്ത് സന്തോഷം നമ്മൾക്ക് ഉണ്ടാവുന്നത്? നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവരും ഉള്ള ഒരു വീടാണ് നമ്മൾക്ക് ഇഷ്ടം അല്ലെ. നമ്മളൊരു വീട്, അത്രയും വലിയൊരു കൊട്ടാരമാരി ഒരു വീട് കെട്ടിയിട്ട് നമ്മൾ തന്നെ ജീവിക്കുകയാണെങ്കിൽ അതിൽ എന്ത് സന്തോഷം ഉണ്ടാവാൻ പോണേന്നൊന്ന് ആലോചിച്ച് നോക്കൂ. എന്നാൽ അതിൽ നമ്മൾ വേണ്ടപ്പെട്ടവരുണ്ട്, നമ്മളോട് സ്നേഹിക്കാൻ ആൾക്കാരുണ്ട്, നമ്മളെ സ്നേഹിക്കാൻ ആൾക്കാരുണ്ട് എന്ന് പറയുമ്പോഴാണ് നമ്മൾക്ക് അതിനോട് ഇഷ്ടം വരുന്നത് അല്ലെ, നമ്മൾ എൻജോയ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇവിടെ അതാണ് അർജുനൻ ആലോചിക്കുന്നത്. ഇവരെയൊക്കെ കൊന്നു കഴിഞ്ഞിട്ട് എനിക്ക് അത്രയും വലിയൊരു രാജ്യം കിട്ടിയിട്ട് എന്താ കാര്യം? അങ്ങനെ ഒരു സുഖം കിട്ടിയിട്ട് എന്താ കാര്യം? എനിക്ക് സന്തോഷിക്കാനായിട്ട് സാധിക്കൂ? എപ്പോഴും അവരുടെ മരിച്ച ഓരോരുത്തരുടെ മുഖമല്ലേ നമ്മുടെ മനസ്സിലുണ്ടാവുക എന്ന് പറയുകയാണ്. അപ്പൊ സുഖ അനുഭവങ്ങൾ അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പോഴും നമ്മുടെ ഉള്ളിൽ പ്രശ്നം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. തസ്മാനാർഹവയം കന്തും ധാർത്തരാഷ്ട്രാൻ സബാന്ധവാൻ. അക്രമികളായ ഇവരെ കൊന്നാൽ ഞങ്ങൾക്ക് പാപമായിരിക്കും നേട്ടം. ധൃതരാഷ്ട്ര പുത്രന്മാരെയും സുഹൃത്തുക്കളെയും ഹിംസിക്കുക എന്നത് നമ്മൾക്ക് ഉചിതമല്ല. അല്ലയോ മാധവ, സ്വന്തം ബന്ധുക്കളെ കൊന്നിട്ട് എന്ത് നേടാനാണ്? ഞങ്ങൾക്ക് എങ്ങനെ സുഖിക്കാൻ കഴിയും എന്നുള്ള ചോദിക്കുകയാണ്. അപ്പൊ എന്താണ് അക്രമികൾ? ഇനിയിപ്പോ എന്തുകൊണ്ട് ഇവര് അക്രമികളാണ്? ദുര്യോധനന്മാരൊക്കെ അക്രമികൾ ആരാണെന്നുള്ളതിന്റെ പിന്നിൽ പറയും കേട്ടോ. അപ്പൊ ഈ അക്രമികളെയൊക്കെ അവരെത്ര അക്രമികളായാലും ശരി, അവരെന്റെ സിബ്ലിംഗ്, നമ്മുടെ താഴെയുള്ള ആൾക്കാരാണ് അല്ലെ, നമ്മുടെ കൂടെയുള്ള ആൾക്കാരാണ്, നമ്മുടെ സഹോദരന്മാരാണ്. അവർ സഹോദരന്മാരെ കൊല്ലുക എന്ന് പറയുന്നത് അവരക്രമികളായിക്കോട്ടെ, പക്ഷെ നമ്മൾ അക്രമികളല്ലല്ലോ. അപ്പൊ നമ്മൾ അവരെ കൊല്ലുകയാണെന്നുണ്ടെങ്കിൽ നമ്മളും അവരുടെ ആ ഒരു സ്ഥാനം ഏറ്റെടുക്കല്ലേ എന്നുള്ളതാണ് അർജുനൻ ചോദിക്കുന്നത് ഇവിടെ. ഞങ്ങളും അക്രമികളാവല്ലേ ചെയ്യുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ നമ്മൾക്ക് പാപം വരില്ലേ എന്നുള്ളതാണ് അർജുനൻ ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ ആരാണ് അക്രമികൾ എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് ദുര്യോധനാദികളെ അക്രമികൾ എന്ന് പറയുന്നത്? വിഷം കൊടുക്കുന്നവൻ, ഭീമസേവന് വിഷം കൊടുത്തൂലെ, കൊല്ലാൻ ശ്രമിച്ചൂലെ. അതുപോലെ വീട് തീ വെക്കുന്നവൻ, അതുപോലെ തന്നെയാണ് അരക്കുകൊണ്ട് വീടുണ്ടാക്കി കൊടുത്തു, എന്നിട്ട് അതിനെ തീ വെച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചൂലെ. അതുപോലെ ആയുധങ്ങൾ കൊണ്ട് ആക്രമിക്കാനായിട്ട് ശ്രമിക്കുന്നു. അതുപോലെ സ്വന്തം കൊള്ളയടിക്കുന്നു. അതുപോലെ ആക്ച്വലി അത് ആർക്ക് കിട്ടേണ്ടതാണ്? യുധിഷ്ഠിരന് കിട്ടേണ്ട സ്വത്താണ്. പക്ഷെ അതാണ് കയ്യേറാൻ ശ്രമിക്കുന്നത് അല്ലെ.
ഇനി ഭൂമി കയ്യേറുന്നവൻ, കാരണം ഇവർക്ക് കിട്ടേണ്ടതാണ്. ഇനി അന്യന്റെ ഭാര്യയെ അപഹരിക്കുന്നവൻ. അതുപോലെ ദ്രൗപദി വസ്ത്രാക്ഷേപ സമയത്ത് അറിയാമല്ലേ എന്താണ് ചെയ്തത്? അന്യന്റെ ഭാര്യയെ ഇതായിട്ട് ബലമായിട്ട് പിടിച്ചിട്ടല്ലേ ഇത് ചെയ്തത്. അപ്പൊ ഇവരൊക്കെ അക്രമികളാണ്. അപ്പൊ ഇവരെ കൊല്ലുന്നത് കൊണ്ട് പാപമില്ല. ശരിക്കും നമ്മുടെ ശാസ്ത്രങ്ങളിലെ പറയുന്നുണ്ട് ഇത്തരം അക്രമികളെ വധിക്കണം, അതുകൊണ്ട് പാപമില്ല എന്ന്. എന്നാൽ പോലും എന്താണ് അർജുനൻ പറയുന്നത്? അപ്പൊ അവരും നമ്മൾ തമ്മിൽ എന്താ വ്യത്യാസം എന്നുള്ള മാതിരിയാണ് അർജുനൻ അതിനെ കാണുന്നത്. എന്നെ കൊണ്ട് അത് സാധിക്കില്ല എന്ന് പറയുകയാണ് അർജുനൻ. ഹരേ കൃഷ്ണ. ഇനി അടുത്തത് കുടുംബ പാരമ്പര്യം. ഇനി അടുത്ത ഇതെന്താ പറയുന്നത്? കുടുംബ പാരമ്പര്യം നശിക്കുന്നതാണ് അർജുനൻ പറയുന്നത്. അധർമ്മ കൃഷ്ണ പ്രദുഷ്യന്തി കുലസ്ത്രീയഃ സ്ത്രീഷു ദുഷ്ടാസു വാർഷ്ണേയ ജായതേ വർണ്ണ സങ്കരഃ. അലയോ കൃഷ്ണ, കുലത്തിൽ അധർമ്മം മുന്നിട്ട് നിന്നാൽ സ്ത്രീകൾ ദുഷിച്ചു പോകും. അലയോ വൃഷ്ണി കുലത്തിൽ പിറന്നവനെ, സ്ത്രീത്വം ദുഷിച്ചാൽ ആർക്കും വേണ്ടാത്ത കുട്ടികൾ ജനിക്കുന്നു. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? അപ്പൊ ഇനി അധർമ്മമാണ്. സമയം ആയി ഒരു 10 മിനിറ്റ് കേട്ടോ. ഇന്നത്തെ ഒരു ദിവസം മാത്രം കുറച്ച് ലെങ്ത് ആയതുകൊണ്ടാണ്, കുറച്ച് സഹകരിക്കണം. അപ്പൊ അധർമാഭിഭവാത് കൃഷ്ണ. അപ്പൊ എന്താ പറയുന്നത്? ഇപ്പൊ നമ്മളിങ്ങനെ ചെയ്യുന്നത് അധർമ്മമാണ് അല്ലെ? അപ്പൊ അർജുനൻ എന്താണ് കാണുന്നത്? അവരെ കൊല്ലുന്നത് ഒരു അധർമ്മമായിട്ടാണ് കാണുന്നത്. അപ്പൊ അങ്ങനെ അധർമ്മം ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? ഈ യുദ്ധത്തിൽ എന്താ ഉണ്ടാവുക? അതിലത്തെ ആൾക്കാർ മുഴുവൻ, എല്ലാ മുതിർന്ന ആണുങ്ങളും, അതായത് അന്നത്തെ പ്രായപൂർത്തിയായിട്ട് എല്ലാവരും ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ അവരെല്ലാവരും മരിക്കുന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ അവരൊക്കെ മരിച്ചു കഴിയുമ്പോൾ വീട്ടിലെ മുതിർന്ന ആളുകൾ ഉണ്ടാവില്ല. അപ്പൊ താഴെയുള്ള കുട്ടികളെ ഗൈഡ് ചെയ്യുന്നത് ആരാണ്? ഈ മുതിർന്ന ആൾക്കാരാണല്ലേ. എങ്ങനെയാണ് നമ്മുടെ സംസ്കാരം, എന്താണ്, എന്തൊക്കെയാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത്, അതൊക്കെ പഠിപ്പിക്കുന്നത് മുതിർന്ന ആൾക്കാരാണ്. അപ്പൊ മുതിർന്ന ആൾക്കാരില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? ഗൈഡ് ചെയ്യാൻ ആരും ഇല്ലാത്തതുകാരോട് അവർക്ക് ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിൽ ചെയ്യാം എന്നുള്ള ഒരു അവസ്ഥയിൽ വരും. അങ്ങനെ കുലം നശിക്കും. അതുപോലെ തന്നെ സ്ത്രീകൾക്കെല്ലാം ഭർത്താക്കന്മാരുണ്ടാവില്ല, ആങ്ങളമാരുണ്ടാവില്ല. അങ്ങനെ മുതിർന്ന ആൾക്കാരുകളൊക്കെ മരിച്ചില്ലേ? അപ്പൊ വന്നു കഴിഞ്ഞിട്ട് അങ്ങനത്തെ ഓരോ ആൾക്കാർക്ക് വന്നു കഴിഞ്ഞിട്ട് ഒരു ചീത്ത സമ്പർക്കം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടാവുന്ന കുട്ടികൾ വന്നു കഴിഞ്ഞിട്ട് ഒരു കുലത്തിൽ പറഞ്ഞതായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല. അപ്പൊ വർണ്ണസങ്കരം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ സ്ത്രീകൾ ദുഷിച്ചാൽ ഉണ്ടാവുക, ആർക്കും വേണ്ടാത്ത കുട്ടികൾ ഉണ്ടാവും. അതുപോലെ തന്നെ പിതൃക്കൾക്കൊക്കെ നമ്മൾ കർമ്മങ്ങൾ ചെയ്യാറുണ്ട് അല്ലെ? അപ്പൊ ആ കർമ്മങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ്? പിതൃക്കൾക്കാണ് കർമ്മം ചെയ്യുക? ഇങ്ങനത്തെ കുട്ടികളാണ് ജനിച്ചതെന്നുണ്ടെങ്കിൽ അപ്പൊ അതും സാധ്യമല്ല. അപ്പൊ അങ്ങനെ കുലം നശിച്ചു പോവും എന്നുള്ളതാണ് ഇവിടെ അർജുനൻ പറയുന്നത്. കതരന്നോ ഗരീയോ യദ്വാ ജയേമ യുധിമാനോ ജയേയുഹു യാനേവ കത്വാന ജിജീവിഷാമ തേ അവസ്ഥിത പ്രമുഖേതാർത്ഥരാഷ്ട്രാഹ. അവരെ ജയിക്കുന്നതോ അവരാൽ തോൽപ്പിക്കപ്പെടുന്നതോ ഏതാണ് നല്ലതെന്ന് നമ്മൾക്ക് അറിഞ്ഞുകൂടാ. അവസാനം ഇത് 2ാമത്തെ ചാപ്റ്ററിലാണ്, ഇത് വീണ്ടും വരും. എന്നാൽ ഇത് ഒരുമിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം. എന്താണ് അവസാനത്തെ പറഞ്ഞത്? തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് യുദ്ധം ചെയ്യണോ? അവരൊക്കെ അക്രമികളാണ്, പാപല്യ, യുദ്ധം ചെയ്യാന്നുള്ളത് അറിയാം. അപ്പം എല്ലാ ശാസ്ത്രങ്ങളും അറിയുന്ന ആളാണ് അർജുനൻ. പക്ഷേ അവർ ബാക്കി ഈ കുറെ കാരണങ്ങൾ കൊണ്ട് അത് യുദ്ധം ചെയ്യണോ വേണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അർജുന എന്ന് പറയുകയാണ് ഇവിടെ അർജുനൻ. അപ്പൊ ഇത് ഒരേ സാഹചര്യത്തിലുള്ള വ്യത്യസ്തമായ പ്രതികരണങ്ങളാണ്. എല്ലാവരും യുദ്ധക്കളത്തിലാണ് നിൽക്കുന്നത് അല്ലെ? അർജുനൻ എന്താ പറയുന്നത്? അത്രയും എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ്, അവരെ എങ്ങനെയാണ് ഞാൻ കൊല്ലുക? അങ്ങനെ ഒരു രാജ്യം കിട്ടിയിട്ട് എന്താ കാര്യം എന്ന് വിചാരിക്കുകയാണ്. ഇവിടെ ധൃതരാഷ്ട്രൻ എന്താ ചെയ്യുന്നത്? ധൃതരാഷ്ട്രക്ക് ഒരു സംശയമുണ്ട്. കാരണം ഇവര് ജയിക്കോ ഇല്ലേ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ധൃതരാഷ്ട്രൻ ഇരിക്കുന്നത്. അപ്പൊ ദുര്യോധനും ആ പേടിയുണ്ട്. പക്ഷെ ആ മനോഭാവം എന്താണ്? എങ്ങനെയായാലും പാണ്ഡവരെ തോൽപ്പിക്കണം, ആ രാജ്യം നമ്മൾക്ക് കീഴടക്കണം. അപ്പൊ അവർ ഒരിക്കലും ആലോചിക്കുന്നില്ല എന്റെ കുട്ടികളല്ലേ, അവരിന്ന് ധൃതരാഷ്ട്രപ്പെടെങ്കിലും ആലോചിക്കണ്ടോ? ദുര്യോധനൻ ആലോചിക്കുന്നുണ്ടോ? എന്റെ സഹോദരങ്ങളല്ലേ. അവരെ മുഴുവൻ രാജ്യം ചോദിക്കുന്നില്ല. ഒരു ഭാഗം അവർക്ക് കൊടുത്ത് അവരെങ്ങനെയോ അവർ ജീവിച്ചു പോയിക്കോട്ടെ എന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ അന്ധമായിട്ടുള്ള ആ ഭൗതിക താല്പര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. അഹോ ബദമഹത് പാപം കർത്തും വ്യവസിത വയം യദ്രാജ്യ സുഖലോഭേന കന്തും സ്വജനമുദ്യതാഹ. കഷ്ടം, എന്തൊരു മഹാപാപത്തിനാണ് നാം ഒരുങ്ങി പുറപ്പെട്ടത്. രാജ്യം തേടി സുഖിക്കാൻ വേണ്ടി സ്വജനങ്ങളെ കൊല്ലുകയോ? വീണ്ടും വീണ്ടും അർജുനന്റെ മുമ്പിൽ അതാണ് വരുന്നത്. അയ്യോ, ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും ആൾക്കാരെ കൊല്ലേ? എത്ര ലക്ഷക്കണക്കിന് ആൾക്കാരാണ് മുമ്പിൽ മരിക്കാൻ പോകുന്നത്. അത് എന്തിനു വേണ്ടിയിട്ട്? രാജ്യത്തിന് വേണ്ടിയിട്ട്. നമ്മളുടെ സ്വന്തം സുഖത്തിന് വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യേ? അത് എന്തൊരു തെറ്റാണ് ഞാൻ ചെയ്യാൻ തുടങ്ങിയത് എന്ന് പറയുകയാണ്. യദി മാമാ പ്രതീകാര അശസ്ത്രം ശസ്ത്രപാണയഃ ധാർത്തരാഷ്ട്രാരണേ ഹന്യു തമേ ക്ഷേമതരം ഭവേത്. ധാർത്തരാഷ്ട്രന്മാരോട് പൊരുതുന്നതിൽ ഭേദം നിരായുധനായി പ്രതിരോധത്തിന് ഒരുങ്ങാതെ നിൽക്കുന്ന എന്നെ അവർ കൊല്ലട്ടെ എന്ന് വെക്കുന്നതാണ്. ഇപ്പൊ എന്താണ് അവസാനം അർജുനൻ പറയണത്? എന്നെ കൊന്നാലും വേണ്ടില്ല, എന്നെ കൊണ്ട് യുദ്ധം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയാണ്. അത്രയും മനസ്സ്
സങ്കടമായി കഴിഞ്ഞു. അർജുനന്റെ കൺഫ്യൂഷനാണ്. സഞ്ജയ ഉവാച ഏവ മുക്താർജുന സംഘേ രഥോപസ്ഥ ഉപാവിശത് വിസൃജ്യ സചരം പാപം ശോകസംവിഘ്ന മാനസഹ. സഞ്ജയൻ പറഞ്ഞു. അർജുനൻ രണാങ്കണത്തിൽ വെച്ച് ഇത്രയും പറഞ്ഞിട്ട് വില്ലും ശരങ്ങളും താഴെയിട്ട് അത്യന്തം ദുഃഖിതനായി തേരിലിരപ്പായി. എന്താണ് അർജുനന്റെ അവസ്ഥ ഇപ്പോ? എല്ലാം കാടിവൊക്കെ താഴെയിട്ട് കഴിഞ്ഞു. അവർ തലയിൽ കൈവച്ചിട്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. അർജുനന്റെ ഇരിപ്പ് നോക്കൂ. അവർ അത്രയും സങ്കടത്തോടു കൂടി എന്നെ കൂടെ യുദ്ധം ചെയ്യാൻ പറ്റില്ലേ? എത്ര ദുഷ്ടന്മാരായിക്കോട്ടെ, ഞങ്ങൾ എത്രയധികം ദ്രോഹിച്ചോട്ടെ, അവരെ കൊന്നു കഴിഞ്ഞിട്ട് അങ്ങനത്തെ ഒരു രാജ്യം വേണ്ട എനിക്ക് എന്ന് പറഞ്ഞിട്ട് അർജുനൻ ഇരിക്കുകയാണ് ഇവിടെ. അപ്പൊ ഇതില് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 10 എത്ര പേരാ? 2, 4, 6, 8 കാര്യം, 9 കാര്യങ്ങളുണ്ട് അല്ലെ? 9 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. എന്തുകൊണ്ട് ഇതില് കുറെ ചിഹ്നങ്ങൾ. നമ്മളെപ്പോഴും ഒരു കാര്യം ഇപ്പൊ നമ്മളൊക്കെ പറയൂലേ, ഒരു ഓസ്പിഷ്യസ് ആയിട്ടുള്ള, അതായത് ശുഭകാര്യങ്ങൾ നടക്കും മുമ്പ് ഈ കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ അത് ശുഭമായിട്ട് നടക്കും. അല്ല ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ പറയും, പണ്ടത്തെ ആൾക്കാരൊക്കെ പറയും പൂജ ചാടിക്കഴിഞ്ഞാൽ, അങ്ങനെയൊക്കെ പറയൂലേ, കുറെ അന്ധവിശ്വാസങ്ങളാണെന്ന് പറയും. എന്നാലും അങ്ങനെ പറയും നമ്മൾ, ഇതൊന്നും നല്ല ഇതല്ല എന്ന്. അതുപോലെ അപ്പൊ ഇവിടെ പാണ്ഡവര് ജയിക്കാനായിട്ട് കാണുന്ന കുറെ ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ആദ്യത്തെ നമ്മൾ പറഞ്ഞു അല്ലെ, ധർമ്മക്ഷേത്രമാണ്. അപ്പൊ അവിടെ ധർമ്മത്തിനാണ് വിജയം ഉണ്ടാവുക. കാരണം അവിടെ എത്രയോ പുണ്യ പ്രവർത്തികള്, പൂജകളും യാഗങ്ങളും നടന്ന സ്ഥലത്ത് ഒരിക്കലും ധർമ്മത്തിനല്ലാണ്ട് വിജയിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ആദ്യത്തെ. ഈ രണ്ടാമത്തെ എന്താണ്? ദിവ്യമായ രഥം. ഈ രഥം എന്ന് പറയുന്നത് അർജുനന് കൊടുത്തത് അഗ്നിദേവനാണ്. അപ്പൊ ആ രഥത്തിന്റെ പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ ഏത് ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാലും ആ രഥം ജയിച്ചിട്ടേ വരൂ എന്നുള്ള ഒരു അനുഗ്രഹം. അത് നശിക്കില്ല. എത്ര തീ, അപ്പൊ സാധാരണ ഒരു യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തീയന്റെ കളികളാണ് അല്ലെ, അധികാസ്ത്രങ്ങൾ ചെയ്യുമ്പോൾ തീ. അപ്പൊ അങ്ങനെ അത് തീയിൽ നശിക്കാത്ത ഒരു രഥമാണ് ഈ ഇതെന്ന് പറയുന്നത്. ദിവ്യമായിട്ടുള്ള രഥമാണ്. അതുപോലെ കപിധ്വജ, ആ രഥത്തിന്റെ ധ്വജം, അതായത് കൊടി എന്ന് പറയുന്നത് അതിലുള്ളത് ഹനുമാനാണ്. അപ്പൊ ഹനുമാൻ എന്ന് പറഞ്ഞാൽ വിജയത്തിന്റെ പ്രതീകമായിട്ടാണ്, ശക്തിയുടെ വിജയത്തിന്റെ പ്രതീകമായിട്ടാണ് ഹനുമാൻ. കാരണം ഹനുമാൻ എന്ന് പറയുന്നത് ശ്രീരാമദേവന് ശരണാഗതനാണ് അല്ലെ. അപ്പൊ അന്ന് ലങ്കയിൽ പോയിട്ട് സീതയെ കണ്ടുപിടിച്ചത്, അതുപോലെ ലങ്ക ദഹിപ്പിച്ചതെല്ലാം ആരാണ്? ബാക്കിയുള്ളവരോ ആലോചിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അസംഭാവ്യമാണെന്ന് തോന്നുന്ന കുറെ കാര്യങ്ങളാണ് ഹനുമാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ഹനുമാന്റെ അനുഗ്രഹം ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും തോൽവിയില്ല. നിശങ്കനാഥം, അതുപോലെ തന്നെ ദിവ്യമായ ശംഖങ്ങളാണ് ഇവർക്കൊക്കെ ഉള്ളത് അല്ലെ. പാഞ്ചജന്യം, ഋഷികേശ്, അത് പറഞ്ഞു അല്ലെ. അപ്പൊ ആ ശംഖുകളുടെ നാദം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഉള്ളിൽ ഒരു പേടി വരുത്താണ് ചെയ്തത്. ആ പേടി കൊണ്ട് യുദ്ധം ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ ആ ധൈര്യമില്ലാണ് യുദ്ധം ചെയ്യുമ്പോൾ എന്തായാലും തോൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഗാണ്ഡീവം എന്ന് പറയുന്നത് എന്താണ് ഗാണ്ഡീവം? ഇതിന്റെ ദിവ്യമായിട്ടുള്ള ഇതാണ്, വില്ലാണ് അർജുനന്റെ. അതിൽ ഒരിക്കലും ശരങ്ങൾ ഒഴിയില്ല എന്നുള്ളതാണ്, അമ്പുകൾ ഒരിക്കലും ഒഴിയില്ല. അപ്പൊ അതും ഒരു ഇതാണ്, ജയിക്കാനുള്ള ഒരു ഇതാണ് ആയിട്ടാണ് കാണുന്നത്. ഇനി തെക്ത ജീവിതങ്ങൾ, അതുപോലെ അവിടെ വന്ന ഓരോരുത്തരും എന്താണ് അർജുനന് വേണ്ടിയിട്ട്, പാണ്ഡവർക്ക് വേണ്ടിയിട്ട് ജീവിതം ഹോമിക്കാൻ വേണ്ടി റെഡി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അവർക്കൊരു വേറെ ചിന്തയില്ല. നമ്മൾ മരിച്ചാലും കുഴപ്പമില്ല, എന്തായാലും അവർക്ക് വേണ്ടി നമ്മൾ നിൽക്കും, നമ്മൾ മാക്സിമം ശ്രമിക്കും എന്നുള്ളത്. അങ്ങനത്തെ ആൾക്കാരാണ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യാനുണ്ടായിരുന്നത്. പിന്നെ അന്ന് മോക്ഷത ഏകാദശിയായിരുന്നു. അപ്പൊ ഇവരെ പാണ്ഡവന്മാരെല്ലാം വിഷ്ണു ഭക്തരാണ്, കൃഷ്ണഭക്തരാണ്. അപ്പൊ ആ ഭക്തന്മാർ അവരെല്ലാം ഏകാദശി നോക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഏകാദശിയുടെ അന്ന് ഏകാദശി നോറ്റ് കഴിഞ്ഞാല് അത്രയും എന്താഗ്രഹവും സാധിക്കുന്നുള്ളതാണ്. അപ്പൊ അത്രയും ഭക്തന്മാരായിട്ടുള്ള അവർക്ക് അന്ന് മോക്ഷത ഏകാദശിയുടെ അന്നാണ് അവരുടെ ആ യുദ്ധം തുടങ്ങുന്നത്. അപ്പൊ അതിന് വേറൊരു ഇതും കൂടി പറയാം. അന്ന് ഭഗവാനെ കണ്ടു മരിക്കുന്ന ഓരോരുത്തർക്കും മോക്ഷം കിട്ടും എന്നുള്ളതും കൂടി നമ്മൾക്ക് എടുക്കാം അതില്. അപ്പൊ അത്രയും ഓസ്പീഷ്യസ് ആണ്. അപ്പൊ അതുകൊണ്ട് ധർമ്മത്തിനാണ് വിജയം ഉണ്ടാവുള്ളൂ, ഇവർക്ക് ഭക്തന്മാർക്കാണ് വിജയം ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഏറ്റവും എന്താണ് ഭാഗ്യലക്ഷ്മി. അപ്പൊ ലക്ഷ്മി എവിടെയാ ഉണ്ടാവുക? ഭഗവാന്റെ നെഞ്ചിലാണ് ലക്ഷ്മി ഉള്ളത് അല്ലെ. അപ്പൊ എവിടെ ഭഗവാൻ ഉണ്ടോ അവിടെയാണ് ലക്ഷ്മി ഉള്ളത്. അപ്പൊ ലക്ഷ്മി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാഗ്യാണ്. അപ്പൊ ഭാഗ്യം ആരുടെ കൂടെയാണുള്ളത്? പാണ്ഡവരുടെ കൂടെയാണുള്ളത്. അതുപോലെ ഋഷികേശ, ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? ഋഷികേശനുണ്ട്. ഋഷികേശൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എല്ലാ ഇന്ദ്രിയങ്ങളുടെയും യജമാനൻ എന്നാണ്. ഈ ഇന്ദ്രിയങ്ങളെ എല്ലാം ജയിച്ചവനായിട്ടുള്ള, അതായത് എല്ലാം അറിയുന്ന, എല്ലാത്തിന്റെയും നാഥനായിട്ടുള്ള ഭഗവാൻ അവരുടെ കൂടെയുണ്ട്. അപ്പൊ ഭഗവാൻ അറിയാത്തതൊന്നുമില്ല. അപ്പൊ എന്താണ് നടക്കുന്നതെന്നും ഭഗവാൻ അറിയാം, ഇനി നടക്കാൻ പോകുന്നതും അറിയാം, അതിനു മുമ്പ് എന്താണ് നടന്നതെന്നും അറിയാം. അതെല്ലാം അറിയുന്ന ഭഗവാനാണ് കൂടെയുള്ളത്. ആ ഭഗവാനെ തോൽപ്പിക്കാനായിട്ട് ആർക്കും സാധ്യമല്ല. അത് കാരണം കൊണ്ട് എന്തായാലും പാണ്ഡവർക്ക് വിജയമാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഭഗവത്ഗീത എന്തുകൊണ്ടാണ്? അപ്പൊ നാം നമ്മുടെ ശരീരം കൊണ്ടല്ല പ്രവർത്തിക്കുന്നത്, വാസ്തവത്തിൽ നമ്മുടെ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടുമാണ് അല്ലെ. നമ്മളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചല്ലേ നമ്മൾ ഓരോന്നും ചെയ്യുന്നത്. ഇപ്പോ ശരീരം കൊണ്ടാണ് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഒരു റോബോട്ട് മാതിരിയായിരിക്കും.
എല്ലാ ദിവസവും ഒരേമാതിരിയാണ്. നമ്മൾ അങ്ങനെയാണോ? അല്ല. നമുക്ക് ഒരു ദിവസം നല്ല മൂടാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യും അല്ലെ? ഒരു ദിവസം മൂടില്ല എന്നുണ്ടെങ്കിലോ അതിനൊന്നും വേണ്ടെന്ന് കിടന്നുറങ്ങാന്ന് വിചാരിച്ചാൽ ഉറങ്ങുകയും ചെയ്യും. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ആണ്. അപ്പൊ എല്ലാം നമ്മളെ നിയന്ത്രിക്കുന്നത് എന്താണ്? നമ്മുടെ മനസ്സും ബുദ്ധിയുമാണ്. അപ്പൊ ആ മനസ്സും ബുദ്ധിയും നമ്മൾ എപ്പോഴും ഭഗവത് സ്മരണയിൽ വെച്ച് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? നമ്മുടെ ഇന്ദ്രിയങ്ങളും, അതായത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചീത്ത കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല ഭഗവത് ചിന്തയിൽ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ. അപ്പൊ അങ്ങനെ ഭഗവത് ചിന്തയില് സ്മരണയിൽ നിർത്തിയിട്ട് നമ്മൾ ഓരോ പ്രവൃത്തികളും ചെയ്താൽ അത് ഭഗവാൻ ഇഷ്ടപ്പെട്ട പ്രവൃത്തിയായിട്ട് മാറും. അപ്പൊ എന്താ ഉണ്ടാവുക? ഭഗവാന്റെ ഇഷ്ടപ്പെട്ട പ്രവൃത്തികൾ നമ്മൾ ചെയ്യുമ്പോൾ ഭഗവാൻ ഇഷ്ട സാമ്രാജ്യത്തിലേക്ക് നമ്മൾക്ക് പോകാനും സാധിക്കും, ഭഗവത് ധാമത്തിലേക്ക് നമ്മൾക്ക് പോകാനായിട്ടും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഹരേ കൃഷ്ണ. ഒരു 2 മിനിറ്റും കൂടി നിങ്ങൾ തരാണെങ്കിൽ ഇതിൽ ഭഗവത്ഗീതയുടെ 1-ാമത്തെ അധ്യായത്തിന്റെ മഹാത്മ്യം പറയുന്ന ഒരു ശ്ലോകം ഉണ്ട്, അല്ല ഒരു കഥയുണ്ട്, അത് പറയണോ? ഹരേ കൃഷ്ണ. നിങ്ങൾക്ക് വിരോധം അല്ലെങ്കിൽ പറയാം. ഹരേ കൃഷ്ണ. പറയാം. ഓക്കെ. അപ്പോ സുശർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ സുശർമ്മ എന്ന് പറഞ്ഞ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാല് നല്ല ബ്രാഹ്മണ കുലത്തിലാണ് ജനിച്ചത് എന്നുണ്ടെങ്കിലും സുശർമ്മ വന്നു കഴിഞ്ഞ് ഒരുപാട് ചീത്ത പ്രവൃത്തികൾ, ഒരു ബ്രാഹ്മണ ക്വാളിറ്റി ഗുണങ്ങളൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു. ഒരുപാട് ചീത്ത കൂട്ടുകെട്ടായിരുന്നു സുശർമ്മയ്ക്ക്. അപ്പൊ സുശർമ്മ അവിടെ ചീത്ത കാരണം മറ്റുള്ളവരെ ഉപദ്രവിക്കുക, അതുപോലെ സ്ത്രീകളെ കളിയാക്കുക, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. അങ്ങനെ സുശർമ്മ ചെയ്യാത്ത ചീത്ത കാര്യങ്ങളൊന്നും ഇല്ലാന്ന് വെച്ചോളൂ. അങ്ങനെ അവസാനം എന്തുണ്ടാവുന്നുണ്ടെങ്കിൽ ഒരുപാട് പാവപ്പെട്ട കുടുംബത്തിലെ ഒരാളായിരുന്നു സുശർമ്മ. അപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഇല വെട്ടി അത് വിറ്റിട്ടാണ് അയാൾ ജീവിച്ചിരുന്നത്. അപ്പൊ ഒരു എന്താണ് ഒരു ബ്രഹ്മചാരിയുടെ അതിൽ പറമ്പിൽ അവിടെ അവര് ഇത് വെച്ചിട്ടുണ്ടാവും. അവിടെ നിന്ന് ഇല വെട്ടാനായിട്ട് പോകുമ്പോ ഒരു പാമ്പിന്റെ കടി ഏറ്റിട്ട് അയാൾ മരിക്കും സുശർമ്മ. അപ്പൊ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പൊ പാപങ്ങൾ ചെയ്ത നരകത്തിൽ പോകുന്നതാണ് സങ്കല്പം. അപ്പൊ ഒരുപാട് പാപങ്ങൾ അതിന്റെ ഫലങ്ങളൊക്കെ അനുഭവിച്ചതിന് ശേഷം അവസാനം അത്രയും പാപങ്ങൾ കൂടിയ കാരണം കൊണ്ട് ഒരു കാളയായിട്ടാണ് ജനിക്കുക അടുത്ത ജന്മത്തില്. അപ്പൊ ആ കാള ജനിക്കണത്, അപ്പൊ ആ കാള വന്ന് പെടുന്നത് ആരുടെ അടുത്ത്? ഒരു ഭയങ്കര കർക്കശനായിട്ടുള്ള ഒരാളുടെ അടുത്താണ്, ഒരു വീട്ടുടമയുടെ അടുത്താണ്. അപ്പൊ അയാൾ എന്താ ചെയ്യുക? അയാൾ അത്രയും ഭാരമാണ് ഈ കാളയെ കൊണ്ട് ചുമപ്പിക്കുക ഡെയിലി. അപ്പൊ കാളയ്ക്ക് നടക്കാനേ പറ്റില്ല, ആ ഒരു അവസ്ഥയിലാണ് എല്ലാ ദിവസവും ഉണ്ടാവുക. അവസാനം ഒരു ദിവസം ഇതിന് ഭയങ്കര ഭാരം കൂടുതലായതുകൊണ്ട് തളർന്ന് കുഴഞ്ഞു വീഴുകയാണ് ചെയ്യുന്നത്. ഒരു പബ്ലിക് പ്ലേസിലാണ്, ഒരു ചന്തമാറ്റ സ്ഥലത്താണ് വീഴണത്. അപ്പൊ അങ്ങനെ വീഴും. അപ്പൊ വീഴുമ്പോ അപ്പൊ അത് ചത്തിട്ടില്ല, ആക്ച്വലി ജീവൻ പോയിട്ടില്ല. എന്നാലോ ഭയങ്കര വേദന കൊണ്ട് ഇങ്ങോട്ട് മേലെയാണെങ്കിൽ ഭാരമുണ്ട്, അതുപോലെ അനങ്ങാൻ പറ്റില്ല, അങ്ങനത്തെ ഒരവസ്ഥ. അപ്പൊ ആ അവസ്ഥ കണ്ട് പരിതാപം തോന്നിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ആള്, ആക്ച്വലി ഒരു ബ്രാഹ്മണനാണ്. അപ്പൊ അയാൾ പറയും, എനിക്ക് എന്തെങ്കിലും ഞാൻ ഒരു നല്ല കാര്യം ഈ ലൈഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ കാളയുടെ മോഷണത്തിനായിട്ട് കൊടുക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കും. അപ്പൊ ഇത് കാണുമ്പോൾ കുറെ ആൾക്കാർക്ക് പാവം തോന്നിയിട്ട് അവരൊക്കെ അങ്ങനെ പ്രാർത്ഥിക്കും. അപ്പൊ അതിലൊരു വേശ്യസ്ത്രീ ഉണ്ടാവും, അവരും പ്രാർത്ഥിക്കും, എന്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കാളയ്ക്ക് ഉപകാരമാവട്ടെ, അതിന് മോശം കിട്ടട്ടെ എന്ന്. ആ പ്രാർത്ഥന കഴിഞ്ഞതും ഈ കാളയുടെ ജീവൻ പോകും. അത് കഴിഞ്ഞത് യമലോകത്ത് എത്തുകയാണ്. അപ്പൊ ആ യമലോകത്ത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോ അവിടെ ചെല്ലുമ്പോ യമരാജൻ പറയും, നീ ഒരുപാട് പാപങ്ങളാണ് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തത്, അതിന്റെ ശിക്ഷകളാണ് അനുഭവിച്ചുകൊണ്ടിരുന്നത് ഈ ജന്മത്തിൽ. പക്ഷെ ഒരു ഭാഗ്യം കിട്ടി, നീ ഈ ചാവുന്ന സമയത്ത് ആ വേശ്യസ്ത്രീ നിനക്ക് അവരുടെ നല്ല കാര്യങ്ങളൊക്കെ നിനക്ക് സമർപ്പിച്ച കാരണം കൊണ്ട് അടുത്ത ജന്മം നീ ഒരു നല്ല ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിക്കാൻ പോണത്, ഒരു പണക്കാരനായിട്ടുള്ള ഒരു നല്ല ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ നീ ജനിക്കും എന്ന് പറയും. അപ്പൊ അങ്ങനെ അതുപോലെ തന്നെ നിനക്ക് ഒരു അനുഗ്രഹം എന്താണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നിനക്ക് ഓർമ്മയുണ്ടാവും ആ ജന്മത്തിൽ എന്നാണ്. അനുഗ്രഹം കൊടുത്തിട്ട് അടുത്ത ജന്മത്തിൽ അയാൾ നല്ല ബ്രാഹ്മണ കുടുംബത്തിൽ ജനിക്കുകയാണ്. അപ്പൊ വളരെ സന്തോഷമാണ്. വന്നു കഴിയുമ്പോൾ പക്ഷേ ഈ കഴിഞ്ഞ ജന്മത്തിലെ കാര്യങ്ങൾ ഓർമ്മയുള്ളത് കാരണം കൊണ്ട് അയാൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവും. എന്താണ് ആ വേശ്യസ്ത്രീ? ഇപ്പൊ എത്രയോ പേര് അവര് പുണ്യഫലങ്ങളൊക്കെ ഇയാൾക്ക് വേണ്ടി സമർപ്പിച്ചു, പക്ഷെ വേശ്യസ്ത്രീ കൊടുത്ത പുണ്യഫലങ്ങളാണ് അവർ യമരാജൻ പറഞ്ഞത്. അപ്പൊ ആ സ്ത്രീ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ട് ഇയാളെ കണ്ടുപിടിച്ച് അവരടുത്ത് പോയി ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ പ്രത്യേകിച്ച് ചെയ്തത് ഈ ജന്മത്തില്? അപ്പൊ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ എനിക്കൊരു തത്തയുണ്ട്, ആ തത്ത രാവിലെ ഡെയിലി കുറച്ച് ശ്ലോകങ്ങൾ ചെല്ലും, അത് ഞാൻ കേൾക്കും, അതുപോലെ തന്നെ അത് ഞാൻ പറയാൻ ശ്രമിക്കും, എനിക്ക് അതിന്റെ അർത്ഥം ഒന്നും അറിയില്ല, ആ തത്തോട് വേണമെങ്കിൽ പോയി ചോദിച്ചോളൂ എന്ന് പറയും. എന്നിട്ട് ആ തത്തയുടെ അടുത്തേക്ക് പോവാണ്. അപ്പൊ ആ തത്ത പറയും, എന്നാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ഒരു നല്ല ബ്രാഹ്മണനായിരുന്നു, പക്ഷെ എന്റെ സ്വഭാവം ശരിയല്ലാത്തത് കൊണ്ട് ഞാനൊരു തത്തയായി ജനിക്കേണ്ടി വന്നു. ഞാൻ അത്രയും ചീത്ത കർമ്മങ്ങൾ ചെയ്ത കാരണം കൊണ്ട് ഞാൻ ജനിച്ച ഉടനെ എന്റെ ആ തള്ളക്ഷി അവര് രണ്ടുപേരും ചത്തുപോയി. അത് കാരണം ആ ജനിച്ച ഉടനെയുള്ള എന്നെ വന്നിട്ട് കുറച്ച് ബ്രാഹ്മണര് രക്ഷപ്പെടുത്തി അവർ ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി. അപ്പൊ അവരുടെ കുട്ടികള് ഡെയിലി ഭഗവത്ഗീത 1-ാമത്തെ അധ്യായം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവരുടെ കൂടെ ചേർന്ന് പഠിച്ചു.
അപ്പൊ ഇത് പഠിച്ചെല്ലാം കഴിഞ്ഞ് ഞാൻ ഡെയിലി അത് ചൊല്ലാറുണ്ട്. അതിനിടയിലാണ് ഒരു കള്ളൻ വന്ന് എന്നെ കട്ടുകൊണ്ടുവന്ന് ഈ സ്ത്രീക്ക് വിറ്റത്. അപ്പൊ ഞാൻ ഇപ്പോഴും ഞാനത് ഡെയിലി ചൊല്ലാറുണ്ട്. അതാണ് അവർ കേട്ടിട്ടുള്ളത്, അല്ലാണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ സ്ത്രീക്ക് വന്നിട്ട് ഇതിന്റെ അർത്ഥം അറിയില്ല, ഒന്നും അറിയില്ല, ജസ്റ്റ് റിസൈറ്റ് ചെയ്യണേ ഉള്ളൂ. അതിന്റെ പുണ്യം അവർ വേറൊരാൾക്ക് കൊടുത്തിട്ട് അവർക്ക് അത്രയും നല്ലൊരു ജന്മം കിട്ടിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അപ്പൊ നമ്മൾ റെഗുലർ ആയിട്ട് ഗീത പാരായണം ചെയ്ത് അത് പഠിച്ച് പാരായണം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയൊന്നും പാപങ്ങൾ ചെയ്ത ആൾക്കാരല്ലല്ലോ. അപ്പൊ നമുക്ക് എത്ര സുകൃതിയാണ് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതാണ് ആദ്യത്തെ അധ്യായം. അപ്പൊ ഇതിൽ ആദ്യത്തെ അധ്യായത്തില് മുഖ്യമായിട്ട് പറഞ്ഞത് എന്താണ്? അർജുനന്റെ വിഷാദത്തിനുള്ള കാരണങ്ങളാണ് മൃദുല ഹൃദയത്വം, എന്താണ് ഭൗതിക സുഖ സൗകര്യങ്ങൾ ലഭിക്കാണ്ടിരിക്കുക, അതുപോലെ പാപം, അതുപോലെ തന്നെ ഫാമിലിയുടെ ഒരു എന്താ പറയാ മഹിമ ഇല്ലാണ്ടാവും, നശിക്കും. അടുത്തത് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയണില്ല അത് കാരണം കൊണ്ട് എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൽ പഠിച്ചത്. ഇപ്പൊ അർജുനൻ ഒരുപാട് വിഷാദമായിട്ട് ഇരിക്കുകയാണ്. അടുത്ത അധ്യായത്തില് ഭഗവാൻ എന്താണ് പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ളതാണ്. അവിടെയാണ് കൗൺസിലിംഗ് നമുക്ക് തുടങ്ങുന്നത്. എന്താണ് അപ്പൊ എന്തുകൊണ്ടാണ് അർജുനൻ കാര്യങ്ങള് വിഷാദത്തിനുള്ള കാരണങ്ങൾ യഥാർത്ഥാണോ, അത് വർത്താണോ, അതല്ലാതെ എന്താണ് ചെയ്യേണ്ടത് ഇത് മാറാനായിട്ട് എന്നുള്ളതൊക്കെ അടുത്ത അധ്യായത്തില് കേൾക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ എന്തായാലും എല്ലാവരും അടുത്ത അധ്യായത്തില് ജോയിൻ ചെയ്യുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. പ്രണാം മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മനസ്സിലാവുന്നുണ്ടോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മനസ്സിലാവുന്നുണ്ടോ മാതാജി? ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാട്ടോ. സമയമില്ലെന്ന് ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. അതല്ലാതെ നമുക്ക് വൈകിട്ട് കേട്ടോ, ഒരുപാട് ലേറ്റ് ആയി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വൈൻഡപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഓക്കെ മാതാജി. ഹരേ കൃഷ്ണ. കൽപ്പതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ആനന്ദകോടി വൈഷ്ണവൃന്ദ കി ജയ്. ഗുരു മഹാരാജ് കി ജയ്. ഹരേ കൃഷ്ണ. എല്ലാവരും നാളെ ജോയിൻ ചെയ്യാട്ടോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.